പ്രാർത്ഥനയോടെ നമുക്ക് ഈ ദൈവപാദപീഠത്തിൽ ഈ വചനം ധ്യാനിക്കാം. और हम प्रार्थना समेत परमेश्वर के सम्मुख बैठे और प्रार्थना समेत हम इस अध्ययन करेंगे. കർത്താവിന്റെ ദാസന്മാർക്കായ സ്തോത്രം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ ദൈവമക്കൾക്കുമായി ദൈവത്തെ ഞാൻ നന്ദിയോടെ വാഴ്ത്തുന്നു. ഒരുമിച്ച് ഇങ്ങനെ ഒരു കൂട്ടായ്മ ദൈവം നൽകുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ ദൈവ വചന പഠനത്തിലേക്ക് പ്രവേശിക്കാം. परमेश्वर के अभिषेक दासों के लिए आए हुए सबों के लिए मैं प्रभु को धन्यवाद देता हूँ कि एक साथ परमेश्वर ने ऐसा अवसर हमारे जीवन में दिया. बड़े प्रार्थना समेत आप सभी लोग बैठे प्रभु में अनुग्रह करने पाए. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിന്റെ 6-ാം അധ്യായം അതിന്റെ 6-ാം അധ്യായത്തിന്റെ അത് മുഴുവനായിട്ട് നമുക്ക് കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിക്കുവാനായിട്ട് ദൈവം അവസരം തന്നു. पिछला सप्ते अध्याय 6 प्रकाशित वाक्य से हमने अध्ययन किया. അതിൻ്റെ അകത്ത് നമ്മള് ഒരു 6 മുദ്രകൾ പൊട്ടിക്കുന്ന വിഷയം അപ്പോൾ സംഭവിക്കുന്ന വിഷയങ്ങളായിരുന്നു. മുദ്രകളെ പറ്റിയുള്ള വിഷയമായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. और हमने उस अध्याय में 6 मोहर खोलते वक्त क्या क्या घटनाएं होते उस विषय में हमने विचार किया. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ച ഒരു ചെറിയൊരു റീക്യാപ്പ് കൂടെ ഇതിന്റെ കൂടെ ചെയ്തിട്ട് നമുക്ക് വീണ്ടും അതിന്റെ കണ്ടിന്യൂമായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് വരാം. और हमने पिछले सप्ते जो कुछ भी अध्ययन किया उसका एक छोटा सा रिकैप करेंगे और फिर हम आगे बढ़ेंगे. തുടർമാനമായി 6-ാം അധ്യായം മുതൽ നമ്മൾ കാണാൻ പോകുന്നത് ഓൾമോസ്റ്റ് 18 അധ്യായങ്ങളിലായിട്ട് 3 തലത്തിലുള്ള ന്യായവിധികൾ നമ്മൾ കാണുന്നുണ്ട്. और अध्याय 6 से लेके 18 तक 3 तरह की जो है न्याय को हम देखेंगे. 7 വിധ മുദ്രകൾ പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ന്യായവിധി നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ചിന്തിക്കുവാനിടയായി. 7 प्रकार का मोहर खोलते वक्त क्या क्या न्याय पृथ्वी में होता है ये हमने पिछले दिनों में देखा. 7 കാഹളങ്ങളെ കുറിച്ചുള്ള വെളിപ്പാട് ആ സമയത്ത് നടക്കുന്ന ന്യായവിധിയെ നമ്മൾ കാണുന്നു. और फिर हम देखते हैं कि 7 प्रकार की तुरहियों जब फूके जाते हैं तो क्या न्याय इस पृथ्वी में होता है. അത് കഴിഞ്ഞിട്ട് ക്രോധ കലശങ്ങളുടെ 7 ക്രോധ കലശം അതൊഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ന്യായവിധികളെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. क्रोध का कटोरा उंडेलते वक्त क्या पृथ्वी में घटनाएं होते हैं उस विषय में हम देखते हैं. ഇതൊരു ട്രിബുലേഷൻ മാപ്പാണ്. ആ സമയങ്ങളിൽ നടക്കുന്ന 3 തലത്തിലുള്ള ന്യായവിധി ജഡ്ജ്മെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ഭാഗങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നത്. और आपके सामने स्क्रीन में जो दिख रहा है वो क्लेश का महाक्लेश का एक मैप है जिसमें 3 प्रकार का जो है न्याय को देख सकते हैं. സമയങ്ങളിൽ 7 വർഷം 3.5 വർഷം ആയിട്ട് 2ആയിട്ട് വിഭാഗിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. और इस काल को जो है जो 7 साल का है उसे 2 भाग में बांटा गया है. 3.5 साल का पहला वर्ष और आखिरी 3.5 साल का वर्ष. ആദ്യത്തെ മുദ്രകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുവാനിടയായി. ആദ്യ മുദ്ര പൊട്ടിക്കുമ്പോൾ ഒരു വെള്ളക്കുതിര പുറപ്പെടുന്നു. അത് എതിർ ക്രിസ്തുവാണെന്ന് നമ്മൾ കണ്ടു. ഒരു സമാധാന രാഷ്ട്രം സൃഷ്ടിച്ചുകൊണ്ട് ഭൂമിയെ മുഴുവൻ തന്റെ കരങ്ങളിലാക്കിക്കൊണ്ട് രാജ്യം നയിക്കുന്ന ഒരു വളരെ തന്ത്രപരമായിട്ട് വശീകരിക്കപ്പെട്ട ജനങ്ങളെ വശീകരിച്ച് തന്റെ രാജ്യം സ്ഥാപിക്കുന്ന എതിർ ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചുള്ള വെളിപ്പാട്. सबसे पहले हमने श्वेत घोड़े के विषय में देखा. पहला मोहर खोलते वक्त श्वेत घोड़ा आता है जो हमने देखा कि विरोधी मसीह है और वो जो है एक समाधान का राष्ट्र बना रहा है करके दिखावटी करके जो है उसका प्रवेश होता है. श्वेत रंग समाधान को दर्शाता है और वो शांति को दर्शाता है. शांति की राज्य को दिखाते हुए आने वाला विरोधी मसीह की प्रकाशन को
पहला मोहर खोलने से दिखता है. दूसरा जब ഈ मोहर खोलता है, രണ്ടാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ഒരു ചുമന്ന കുതിര പുറത്തു വരുന്നു. അത് യുദ്ധമാണെന്ന് നമ്മൾ കാണുവാനിടയായി. और दूसरा मोहर जब खोलते हैं उस वक्त लाल रंग का घोड़ा आता है जो युद्ध को दर्शाता है. മൂന്നാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ഒരു കറുത്ത കുതിര, അത് ക്ഷാമത്തെ കാണിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുവാനിടയായി. तीसरा मोहर में हम एक काला घोड़ा को देखते हैं जो अकाल को दर्शाता है. നാലാമത്തെ കുതിര മഞ്ഞ നിറമുള്ള കുതിര മരണത്തെ കാണിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുവാനിടയായി. और आखिर जो घोड़ा नहीं अगला जो घोड़ा है वो ഫോർത്ത്. पीला है. फोर्थ चौथा घोड़ा जो है वो पीला रंग का घोड़ा है जो मृत्यु को दर्शाता है. അത് കഴിഞ്ഞ് അഞ്ചാം മുദ്ര പൊട്ടിക്കുമ്പോൾ അറക്കപ്പെട്ടവരുടെ ആത്മാക്കൾ വേദിക്ക് ചുറ്റുമായി നിൽക്കുന്നു. അവരുടെ നിലവിളി, പ്രാർത്ഥന, ഇത് നമ്മൾ കാണുവാനിടയായി. पांचवा मोहर जो खोलते वक्त जो है हमने देखा कि वेदी के नीचे बंधे हुए लोगों का प्राण जो है प्रार्थना कर रहे हैं, ये देखा. ഓ സ്വർഗമേ, അല്ലെങ്കിൽ സ്വർഗത്തിൽ ഈ അറക്കപ്പെട്ടവരുടെ ആത്മാക്കൾ യാഗപീഠത്തിന്റെ ചുവട്ടിൽ ഇരുന്നുകൊണ്ട് നിലവിളിക്കുന്നു. ആ ഒരു വെളിപ്പാട് അഞ്ചാം മുദ്രയിൽ നമ്മൾ കാണുവാനിടയായി. और पांचवा मोहर में जो है स्वर्ग में वध हुए पृथ्वी पर वध हुए लोगों का जो प्राण है वेदी के नीचे जो है रो रहे, प्रार्थना कर रहे, ये एक दर्शन है. എന്നാൽ ആറാം മുദ്ര പൊട്ടിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ പ്രപഞ്ചത്തിന്മേൽ നടക്കുന്ന ക്രോധമാണ്. അത് ഭൂമിയുടെ മേലും സൂര്യന്റെ മേലും ചന്ദ്രന്റെ മേലും നക്ഷത്രങ്ങളുടെ മേലും ഉണ്ടാകുന്നു. അത് പ്രകൃതി ക്ഷോഭത്താൽ ഭൂമി ഭയാനകമായിട്ട് നശിക്കപ്പെടുന്നു, പീഡിപ്പിക്കപ്പെടുന്നു. മനുഷ്യൻ മലകളോട് തങ്ങളുടെ മേലെ വീഴാനായിട്ടുള്ള ആഗ്രഹം, മരിക്കാനുള്ള ആഗ്രഹമൊക്കെ പ്രകടിപ്പിക്കുന്നു. അങ്ങനെ കരഞ്ഞ് നിലവിളിക്കുന്ന ഭൂമിയിലെ സകലവിധ മനുഷ്യരെ പറ്റിയുള്ള വെളിപ്പാടാണ് നമ്മൾ അവസാനമായി ചിന്തിക്കുവാനിടയായത്. और हमने आखिर में जो है छठवा मोहर खोलते वक्त एक बड़ा भूकंप पृथ्वी पर आया और पृथ्वी पर जो है प्रकृति का एक बड़ा शोक हुआ. सूर्य, चंद्रमा, आकाश ये सब गिर पड़े, बड़ी आंधी आई. फिर हम देखते हैं कि पृथ्वी के लोग जो है वो चिल्ला रहे, घबराए हुए और कह रहे पहाड़ों को कि पहाड़ों और चट्टानों से कह रहे कि हम पर आके गिरो. കുഞ്ഞാടിന്റെ ക്രോധത്തിന് മുന്നിൽ, അല്ലെ കോപത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഈ ഭൂമിയിലെ ജനങ്ങൾ, അത് എല്ലാ തലത്തിലുമുള്ള ഭൂമിയിൽ നിന്ന് നിലവിളിക്കുകയാണ്. രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസന്മാരും സ്വതന്ത്രരും അവര് സകലരും നിലവിളിക്കുന്ന ഒരു നിലവിളി നാം കാണുകയാണ്. हम देखते हैं कि जो मेमने का प्रकोप के सामने एक भयानक दिन आया और पृथ्वी के सभी लोग जो है घबरा गए हैं, उस प्रकोप के सामने ठहर नहीं सकते. और ये जो प्रकोप आया है वो पृथ्वी के हर प्रकार के लोगों के पास आया. मतलब पृथ्वी के राजा, प्रधान, सरदार, धनवान, सामर्थी लोग, दास और स्वतंत्र, हर एक के ऊपर आया हुआ भयानक विषय. ഇന്ന് ദൈവജനത്തെ പീഡിപ്പിക്കുകയും അവരെ വേദനപ്പെടുത്തുകയും ചെയ്യുന്ന, അവരുടെ മേൽ അധികാരങ്ങൾ സ്ഥാപിക്കുന്ന സകലരുടെയും മേൽ വരാൻ പോകുന്ന ന്യായവിധിയെ ആറാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ അവരുടെ നിലവിളിയെ ദൈവസാക്ഷ്യം പറഞ്ഞ് യഹോവയുടെ നാമത്തിൽ, ദൈവനാമത്തിൽ മരിക്കപ്പെട്ടവരുടെ രക്തം സ്വർഗത്തിൽ നിലവിളിക്കുമ്പോൾ ഇതാ ദൈവ കുഞ്ഞാടിന്റെ കോപം ഭൂമിയിലുള്ള സകലരുടെ മേലും ദൈവം അയക്കുന്നു. അവരുടെ ദീനരോധനം നാം ഈ ഭൂമിയിൽ ആറാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ കാണുന്നുണ്ട്.
और हम देखते हैं यहाँ पर कि पृथ्वी के लोगों पर जो भयानक मतलब आज के विश्वासियों को उपद्रव करने वाले परमेश्वर के लोगों को सताने वाले लोगों के ऊपर जो भी भयानक चीजें आ रही है वो बताया है। पांचवा मोहर में हम देखते हैं कि बहुत सारे वधुए लोग रो रहे हैं और उसका प्रतिकरण करते हुए छठवां मोहर जब खोलते हैं तो मेमने का प्रकोप पृथ्वी पर हर एक मनुष्य के ऊपर आ पहुंचा है। ആ അധ്യായത്തിന്റെ അവസാനത്തെ 17-ാമത്തെ വാക്യത്തിന്റെ അകത്തൊരു വാക്യമുണ്ട്. അതിപ്രധാനമായിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാക്യമാണ്. അവര് വിളിച്ചു പറയുന്ന ഒരു വാചകമാണ്. 17-ാമത്തെ വാക്യത്തിൽ അവർ പറയുകയാണ്, കുഞ്ഞാടിന്റെ കോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു. और इस अध्याय का छठवां अध्याय का आखिर का जो वचन है 17 वचन वो मुख्य वचन है। वहां पे लिखा है कि क्योंकि उनके प्रकोप का मतलब मेमने का प्रकोप का भयानक दिन आ पहुंचा है, अब कौन ठहर सकता है। ആര് ഇതിന്റെ മുന്നിൽ നിൽക്കും? ഈ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയും എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത്. अब उधर एक सवाल कर रहे, मेमने के प्रकोप के दिन वो भयानक दिन आ पहुंचा है और उसके सामने कौन खड़ा रह सकता है। ഇന്ന് ഇന്ന് കുഞ്ഞാടിന്റെ അടുക്കിലേക്ക് തങ്ങളുടെ അങ്കി ശുദ്ധീകരിക്കുവാൻ, പാപത്തെ കഴുകുവാൻ ദൈവം വിളിക്കുകയാണ്. എല്ലാ മനുഷ്യരെ വിളിക്കുകയാണ്. സുവിശേഷത്തിന്റെ ആ തുരഹി, ആ കാഹളം ധ്വനിച്ചുകൊണ്ടിരിക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കിലേക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, കഴുകി ശുദ്ധീകരിക്കാം എന്നുള്ള ആ സാക്ഷ്യം പറയുന്ന ഘോഷണം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. और आज जो है मेला हुआ जो भी वस्त्र है वो धोने के लिए मेमना जो है हर एक को अपने पास बुला रहा है। सुसमाचार का तुरही जो है हर एक को अपने पास बुला रहे हैं। परिश्रम करने वाले को जो है मेमना जो है अपने पास बुला रहा है। എന്നാൽ അതിന്റെ ഈ സുവിശേഷത്തിന്റെ ആ ഘോഷണം ഇപ്പോൾ നടക്കുന്ന ഈ സമയത്തുള്ള സുവാർത്തയുടെ ആ സമയം അവസാനിക്കാൻ ഇനിയും കുറെ സമയങ്ങളോടെ ഉള്ളൂ. നമുക്ക് പറയാൻ പറ്റത്തില്ല അത് എന്ന് തീരും. അതുവരെ ഒരു അവസരം സകല മാനവജാതിക്കും ദൈവം കൊടുക്കുകയാണ്. और सुसमाचार का जो सुनने का और उसे ग्रहण करने का अवसर परमेश्वर ने अभी सबों को दिया है और ये दिन कब समाप्त होगा कोई भी नहीं जानता है। ആ സഭായുഗം എന്ന് പറയുമ്പോൾ കൃപായുഗമാണ്, അനുഗ്രഹത്തിന്റെ സമയമാണ്. ദൈവം മനുഷ്യനോട് തന്റെ കരുണ കാണിക്കുകയാണ്. അത് ഏത് തലത്തിലുള്ള മനുഷ്യനാണേലും, ഏത് ജാതിയിലുള്ള മനുഷ്യനാണേലും, ഏത് ഭാഷയുള്ള മനുഷ്യനാണേലും ഇന്ന് ഇന്ന് നിത്യത അല്ലെങ്കിൽ രക്ഷ സൗജന്യമായി എല്ലാവർക്കും പകരുകയാണ്. और आज जो है कृपा का युग है, अनुग्रह का समय है और परमेश्वर जो है हर एक पर जो है करुणा कर रहा है। कोई भी जाति का क्यों ना हो, कोई भी भाषा बोलने वाला क्यों ना हो, उसे जो आजादी के साथ जो है परमेश्वर अपने पास आने के लिए जो है अनुमति दे रहा है। ഈ സന്തോഷ വാർത്ത സ്വീകരിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഭാഗ്യം ലഭിച്ചവർക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. പക്ഷെ എന്നാൽ അത് തീരാൻ സമയം അടുത്തിരിക്കുകയാണ്. और ये जो सुसमाचार अंगीकार किए के लिए मैं प्रभु को स्तुति कर रहा हूँ और जो अंगीकार करना रह गया है उनके लिए हालेलुया अच्छा अवसर है कि अंगीकार करे क्योंकि समय अभी और ज्यादा नहीं है। അത് തീർന്നു കഴിയുമ്പോൾ നടക്കുന്ന ഈ മഹാക്രോധത്തിന്റെ സമയത്ത്, ഈ മഹാപീഡയുടെ സമയത്ത് കുഞ്ഞാടിന്റെ കോപത്തിന് മുമ്പാകെ നിൽക്കാൻ പറ്റാത്ത തലത്തിലുള്ള ശക്തിഹീനമായ ഒരു അനുഭവം
മാനവരാശിക്കുണ്ടാകാൻ പോകുന്നു എന്നുള്ള ശക്തമായ വാണിംഗും കൂടാണ് ഈ ആറാമത്തെ സീലിന്റെ അല്ലെങ്കിൽ ഉള്ളിൽ, അല്ലെങ്കിൽ ആ മുദ്ര പൊട്ടിക്കുമ്പോൾ നാം കാണുന്നത്. और अभी जो है हमारे पास अवसर है कि प्रभु का सुसमाचार सुनकर यीशु मसीह को जो है अंगीकार करें, क्योंकि एक ऐसा समय आने वाला है जहां पर हम जो है शक्तिहीन हो जाएगा। और ये छठवां अध्याय का 17 वचन जो एक चेतावनी भी है कि मेमने का प्रकोप का दिन जो है नजदीक है और कोई उसके सामने ठहर नहीं सकता। ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആറാമത്തെ അധ്യായത്തിന്റെ അവസാനം നമ്മൾ വായിച്ചതുപോലെ ആർക്ക് നിൽപ്പാൻ കഴിയുമെന്നുള്ള ഒരു ഒരു ചോദ്യം. और छठवां अध्याय का 17 वचन में लिखा है कि कौन मेमने के प्रकोप के सामने ठहर सकता है। ഇത് രാജാക്കന്മാർക്ക് നിൽക്കാൻ പറ്റുന്നില്ല, क्योंकि राजा लोग भी ठहर नहीं पा रहे हैं, മഹത്വക്കൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല, प्रधानों को ठहर नहीं पा रहे, സഹസ്രാബ്ദന്മാർക്ക് നിൽക്കാൻ പറ്റുന്നില്ല, और सरदार लोग खड़े नहीं रह पा रहे, ധനാഠ്യർക്ക്, ധനവാന്മാർക്കും ബലവാന്മാർക്കും കഴിയുന്നില്ല. धनवान और सामर्थ्य लोग प्रभु के सामने ठहर नहीं सकते। ഇന്ന് തന്റെ ഹുങ്കും അഹങ്കാരത്താൽ നിൽക്കുന്ന സകലരും, ദൈവത്തിന് വിരുദ്ധമായി നിൽക്കുന്ന സകലരും നിൽക്കാൻ പറ്റാത്ത ഒരു വലിയൊരു കോപദിനം ഉണ്ടെന്ന് മറന്നുപോവുകയാണ്. आज परमेश्वर के सामने घमंड करने वाले हर एक लोग जो है, एक सुन लो कि ऐसा एक समय आने वाला है जहां परमेश्वर के सामने हम ठहर नहीं सकते। ഈ കുഞ്ഞാട് ഒന്നും ചെയ്യില്ല, ഈ കുഞ്ഞാട് വളരെ മേമനയാണ് എന്നുള്ള ചിന്തയിലാണ് എല്ലാ ഈ രാജാക്കന്മാരും സഹസ്രാധിപന്മാരും ബലവാന്മാരും ശക്തന്മാരും ഇന്ന് അതിനെതിരെ നിൽക്കുന്നത്. और आज जो है पृथ्वी के राजा और प्रधान, सरदार, धनवान, सामर्थी लोग जो है, ये मेमना कुछ नहीं करेगा शांत करके सोचकर उसके विरोधी बन के ठहर रहे। എന്നാൽ ഈ മേമനയുടെ ഉള്ളിൽ ഒരു യഹൂദ ഗോത്രത്തിന്റെ സിംഹം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു കോപത്തിന്റെ ഒരു കുഞ്ഞാടുണ്ടെന്നുള്ള കാര്യം മറന്നു പോവുകയാണ്. लेकिन वे लोग जो है भूल जा रहे हैं कि ये मेमने के भीतर जो है यहूदा गोत्र का सिंह छुपा है। ആമേൻ. ഇവിടെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം 7-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ. इस सवाल का जो जवाब है 7वां अध्याय का ആർക്ക് നിൽക്കാൻ കഴിയുമെന്നുള്ള ആ ചോദ്യത്തിന്റെ ഉത്തരം 7-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിന്റെ അകത്ത് വെളിപ്പാടിൽ നാം വായിക്കുകയാണ്. मेमने के प्रकोप के भयानक दिन आ पहुंचा है, उसके सामने कौन ठहर सकता है? इस सवाल का जवाब 7वां अध्याय का 9वां वचन में आप देखेंगे। ആ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളവരായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം നിലയങ്കി ധരിച്ച് കയ്യിൽ ഒരു തോലുകളുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. वहां लिखा है कि इसके बाद मैंने दृष्टि की और देखा, हर एक जाति, कुल, लोग, भाषा में से एक ऐसी भीड़, बड़ी भीड़ जिससे कोई गिन नहीं सकता, श्वेत वस्त्र पहने, अपने हाथों में खजूर की डालियां लिए हुए सिंहासन के सामने और मेमना के सामने खड़ी है। Praise the Lord. Hallelujah. ആ കുഞ്ഞാടിന്റെ മുൻപാകെ ആ സിംഹാസനത്തിൽ നിൽക്കുന്നത്, ഹല്ലേലൂയ, എണ്ണിക്കൂടാൻ പറ്റാത്ത പുരുഷനാണ്. और वो मेमना और वो सिंहासन के सामने खड़ा हुआ भीड़ जो है, उसका गिनती नहीं कर सकते। हालेलुया. अनगिनत लोग उस सिंहासन के सामने, उस वधुव मेमने के सामने खड़ा है. आमीन. हालेलुया. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇനി 7-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. 7-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകും. 7वां अध्याय में हम प्रवेश कर रहे हैं. ഈ 6 മുദ്രകൾ നമ്മൾ പൊട്ടിച്ചു. അതിനകത്ത് നടന്ന കാര്യങ്ങളെല്ലാമായിരുന്നു ഈ 6-ാം അധ്യായം മുഴുവൻ നമ്മൾ കണ്ടത്. और 6 मोहर जो खुला वो हमने 6वां अध्याय में देखा. എന്നാൽ
ഏഴാമത്തെ മുദ്ര പൊട്ടിക്കുന്നതിന് മുമ്പ് ഉള്ള ഒരു പ്രത്യേക കാര്യം ഈ ഏഴാം അധ്യായത്തിന്റെ അകത്ത് വിവരിച്ചിരിക്കുകയാണ്. और सातवां मोहर खोले जाने से पहले एक घटना होता है जो सातवां अध्याय में हम देखते हैं. ആ അധ്യായം ഒന്ന് നമുക്കൊന്ന് പഠിച്ചിട്ട് വേണം ഏഴാം മുദ്ര എട്ടാം അധ്യായത്തിന്റെ അകത്ത് കാണുന്നു അത് നമുക്ക് ചിന്തിക്കേണ്ടത്. सो ये सातवां अध्याय का ये घटना को हम अध्ययन करने के बाद फिर हम सातवां मोहर की ओर जाएंगे जो आठवां. അതിന്റെ അകത്തൊരു ഒന്നിന് മൂന്ന് വാക്യങ്ങൾ ആദ്യമായിട്ട് നമ്മൾക്കൊന്ന് വായിക്കാം. ഏഴാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും മൂന്ന് വാക്യം നമുക്കൊന്ന് വായിക്കാം. അതിനുശേഷം ഭൂമിയിലും കടലിലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയായ കിഴക്ക് നിന്ന് കയറി വരുന്നത് മുദ്രയുമായി കിഴക്ക് നിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേട് വരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട് നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേട് വരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. सातवां अध्याय का पहला दूसरा तीसरा वचन पढ़ रही हूँ. इसके बाद मैंने पृथ्वी के चारों कोने पर 4 स्वर्गदूत खड़े देखे. वे पृथ्वी के चारों हवाओं को थामे हुए थे ताकि पृथ्वी या समुद्र या किसी पेड़ पर हवा ना चले. फिर मैंने एक और स्वर्गदूत को जीवते परमेश्वर की मोहर लिए हुए पूरब से ऊपर की ओर आते देखा और उसने उन चारों स्वर्गदूत से जिन्हें पृथ्वी और समुद्र की हानि करने का अधिकार दिया गया था ऊंचे शब्द से पुकार कर कहा, जब तक हम अपने परमेश्वर के दासों के माथे पर मोहर ना लगा दे तब तक समुद्र और पृथ्वी और समुद्र और पेड़ों को हानि ना पहुंचाना. ഇവിടെ 144,000 പേരുടെ മേൽ ഒരു മുദ്രയിടുന്ന വിഷയത്തെക്കുറിച്ചുള്ള വാക്യങ്ങൾ തുടർമാനമായി വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട്. ഇത് എന്തവാ ഇത്? ആരാണിത്? ഈ ദൂതന്മാരാരാണ്? ആരാണ് ഈ മുദ്ര ചെയ്യുന്നത്? ഈ മുദ്രയിടപ്പെട്ടവരാരാണ്? ഇതിനെപ്പറ്റി അലകലകായിട്ടുള്ള പലവിധ സ്റ്റഡീസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ ഒന്ന് ചിന്തിച്ചിട്ട് അടുത്തുള്ള ഭാഗങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. इस अध्याय में जो है 1,44,000 पर मोहर लगाया हुआ विषय बताया है. हम देखेंगे कि कौन है ये लोग और कौन है वो स्वर्गदूत और इनके ऊपर क्या मोहर लगाया है. ये विषय में जो है अलग अलग तरह का अध्ययन हम देखते हैं, लेकिन सबसे पहले हम ये विषय अध्ययन करने के बाद आगे बढ़ेंगे. ഇവിടെ 6-ാം അധ്യായത്തിന്റെ അകത്തെ പ്രാരംഭമായിട്ടുള്ള 8 വാക്യത്തിൽ പ്രതികാരത്തോടുകൂടെ ദൈവം ചെയ്യുന്ന ചില കാര്യങ്ങളെ കുറിച്ച് മുദ്രകൾ പൊട്ടിച്ചപ്പോൾ നമ്മൾ കാണുവാനിടയാണ്. और पहले 8 वचन में परमेश्वर जो है 6 अध्याय का पहला 8 वचन 6 अध्याय का पहला 8 वचन में परमेश्वर किस प्रकार बदला लेता है उस विषय में बताया है. എന്നാൽ 9-ാം അധ്യായം തൊട്ട് 17 വാക്യം വരെ നമ്മൾ 2 പ്രതികരണങ്ങളാണ് കണ്ടത്. ഒന്ന്, സ്വർഗത്തിൽ അടക്കപ്പെട്ട ആത്മാക്കളുടെ പ്രതികരണം, ഭൂമിയിൽ ന്യായവിധിയാൽ കഷ്ടപ്പെടുന്ന ജനത്തിന്റെ പ്രതികരണത്തെ നമ്മൾ കാണുവാനിടയാണ്. और 6 अध्याय का 9 से लेकर 17 तक जो है प्रतिक्रिया को देखते हैं हम. 9 से जो है स्वर्ग में बद्ध हुए प्राणों का जो प्रतिकरण और उसके बाद 6वां मोहर जब खोला जाता है पृथ्वी के लोग पर जो भी भयानक प्रकोप होता है मेमने का, उन लोगों का प्रतिकरण हम देखते हैं. എന്നാൽ ഈ 7-ാം അധ്യായത്തിന്റെ ഒരു റിഡംഷനെ കുറിച്ച്, ഒരു വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള വിഷയങ്ങളാണ് സംസാരിക്കുന്നത്. और 7वां अध्याय में हम जो है रिडेम्पशन के विषय में या उद्धार के विषय में देखते हैं. ഇംഗ്ലീഷിൽ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് ഈ മൂന്നും കൂടെ റിട്രിബ്യൂഷനും റെസ്പോണ്ടും റിഡംഷനുമായിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്രതികരണം, അപ്പോൾ തന്നെ വീണ്ടെടുപ്പ്. सबसे पहला हम प्रतिकरण देखते हैं, फिर प्रतिक्रिया देखते हैं, उसके बाद प्रतिकरण और फिर उद्धार.
ആ ഈ 7-ാം അധ്യായത്തിന്റെ അകത്ത് ആദ്യത്തെ വാക്യത്തിന്റെ അകത്ത് നമ്മൾ വായിച്ചത് ഭൂമിയിലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിനുമേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. और 4 4 4 ആ 7वां अध्याय का पहला वचन में हम देखते हैं कि पृथ्वी के 4 कोने में 4 स्वर्गदूत जो है चारों हवाओं को കാറ്റ് കാറ്റ് ആ हम्म, yeah. समुद्र पृथ्वी या समुद्र किसी पेड़ पर हवा नहीं चलने के लिए 4 4 करके हम देखते हैं कि पृथ्वी के 4 कोने 4 स्वर्गदूत और हवाओं को थामे हुए खड़े हैं. ഈ കാറ്റിനെ പിടിക്കാൻ പറ്റും? क्या हम हवा को पकड़ सकते हैं क्या? ഇവിടെ കാറ്റിനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ദൂതന്മാരാണ് 4 പേര്. और यहाँ पर हम देखते हैं कि हवा को थामे हुए स्वर्गदूत. അവൻ ചിന്തിച്ചോ, ഈ ദൂതന്മാരുടെ ശുശ്രൂഷകൾ ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ അകത്ത് ഒരുപാട് നമ്മൾ കാണുന്നു. स्वर्गदूत का सेवकाई हम प्रकाशित वाक्य में कई सारे देखते हैं. ബൈബിൾ തുടർമാനമായി പൂർണ്ണമായി വായിക്കുമ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെയും സ്വർഗദൂതന്മാർ ദൈവത്തിന്റെ മിനിസ്ട്രിക്കായി ദൈവം സ്പെഷ്യൽ മിനിസ്ട്രിക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന ദൂതന്മാരാണ്. उत्पत्ति का किताब से लेके प्रकाशित वाक्य में हम देखते हैं कि परमेश्वर जो है स्वर्गदूतों को अपने विशेष सेवकाई के लिए उपयोग करते हैं. ഓക്കെ, പലവിധ ദൂതന്മാരുടെ ശുശ്രൂഷകൾ നമുക്ക് കാണാൻ പറ്റും. और कई तरह के विभिन्न स्वर्गदूत और उनके अलग तरह की सेवकाई हम देखते हैं. ഒത്തിരി ദൂതന്മാരുടെ ഗണം നമുക്ക് കാണാൻ അറിയുവാൻ പറ്റും. और बहुत सारे स्वर्गदूत को हम पवित्र शास्त्र में देखते हैं. ബൈബിൾ കോളേജുകളിൽ ഏഞ്ചലോളജി എന്ന് പറഞ്ഞ ഒരു സബ്ജക്ട് തന്നെയുണ്ട്. और बाइबल कॉलेज में पढ़ने वालों के लिए एक सब्जेक्ट है एंजेलॉलजी. ഏഞ്ചലോളജി അപ്പോൾ തന്നെ ഡിമനോളജി, ദുഷ്ടാത്മാവിനെ പറ്റി അല്ലെങ്കിൽ ദുരാത്മാക്കളെ പറ്റി പഠിക്കുന്ന ഒരു ടോപ്പിക് ഉണ്ട്, ഒരു സബ്ജക്ട് ഉണ്ട്. और दूसरा एक सब्जेक्ट है डीमोनोलॉजी, दुष्ट आत्माओं के विषय में अध्ययन करने. സെറ്റാനോളജി എന്ന് പറയുന്നത് പിശാചിനെ പറ്റി പഠിക്കുന്ന വേറൊരു സബ്ജക്ട് ഉണ്ട്. और सेटनोलॉजी पिशाच के विषय में पढ़ने वाला अलग एक सब्जेक्ट है. അപ്പൊ ദൂതന്മാര് നമ്മൾ ബൈബിളിന്റെ അകത്ത് കാണുന്ന ഒരു ചില പേരുകൾ മാത്രമേ നമുക്ക് ബൈബിളിൽ കൂടെ കാണാൻ പറ്റുന്നുള്ളൂ. और पवित्र शास्त्र में कुछ स्वर्गदूत का नाम ही प्रकट किया है. നമ്മൾ ഗബ്രിയലിനെ കാണുന്നുണ്ട്, ദൂതുവാഹകരായിരിക്കുന്ന ആ ഒരു ഏഞ്ചൽ ആണത്. हम गब्रिएल को देखते हैं जो दूत या संदेश को लेके जाते हैं. മിഖായേലിനുള്ള ബന്ധത്തിൽ നമ്മൾ ബൈബിളിന്റെ അകത്ത് കാണുന്നു, യുദ്ധത്തിന് വേണ്ടിയുള്ള ക്യാപ്റ്റൻ, ദൈവത്തിന്റെ സ്വർഗീയ സേനയുടെ അധിപനായി. और हम मिखाएल को देखते हैं, माइकल को देखते हैं जो स्वर्गीय सेना का युद्ध करने का कप्तान है. അങ്ങനെ കെരൂബിനെ കുറിച്ച് പഠിക്കുന്നു, സറാഫീം വഗര അങ്ങനെയുള്ള ഉണ്ട്, ആരാധനയ്ക്കായിട്ടുള്ള ദൂതന്മാരുണ്ട്. അലകല ദൈവത്തിന്റെ പലവിധ ശുശ്രൂഷയ്ക്കായി ദൈവം അൺഗിനത്ത് ദൂതന്മാരെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. और फिर हम देखते हैं केरूब, सेराफिम और आराधना करने के लिए स्वर्गदूत है. परमेश्वर ने अनगिनत स्वर्गदूतों को स्वर्गीय अलग अलग कामों के लिए, सेवा के लिए जो है नियुक्त किया है. മനുഷ്യനും ഈ ഭൂമിക്കും സൃഷ്ടിക്കും മുൻപേ തന്നെ ദൈവം ഈ ദൂതന്മാരെ അൺഗിനത്തായിട്ട് അവൻ ദൈവം സൃഷ്ടിച്ചിരിക്കുകയാണ്. मनुष्य और इस सृष्टि को बनाने से पहले परमेश्वर ने अनगिनत स्वर्गदूतों को सृष्टि किए. ആമേൻ. അപ്പോൾ ഈ ദൂതന്മാര് സ്പെഷ്യൽ ആയിട്ടുള്ള ദൈവ മിനിസ്ട്രിക്ക് വേണ്ടി, ദൈവകാര്യത്തിന് വേണ്ടി ദൈവം നിയുക്തമാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ വെച്ചിരിക്കുന്ന ഒരു ഗണമാണ്. और स्वर्गदूतों को परमेश्वर ने एक विशेष सेवकाई के लिए, परमेश्वर के कार्यों को पूरा करने के लिए नियुक्त किया है. ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ അകത്തുനിന്ന് തന്നെ നമ്മൾ പഠിക്കുമ്പോൾ ഇവര് ദൈവത്തിന്റെ ശുശ്രൂഷകൾ പല തരത്തിൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. प्रकाशित वाक्य के पुस्तक में ही हम विभिन्न प्रकार के स्वर्गदूत अलग अलग सेवकाइयों को करने के लिए परमेश्वर ने कैसे नियुक्त किया हम देखते हैं. ഈ ഡെമനോളജിയുടെ ഒരു പുസ്തകം എഴുതിയ, അല്ല സോറി, ഏഞ്ചലോളജിയുടെ ഒരു പുസ്തകം എഴുതിയ
ഒരു ലേഖകൻ ഈ ഓരോ ഏഞ്ചൽസിനും ഓരോ പ്രത്യേകമായ പേരുകൾ കൊടുത്തിട്ടുമുണ്ട്. और ये एंजियोलॉजी ഏഞ്ചലോ लिखा हुआ पुस्तक का लेखक ने जो है हर एक सेवकाई करने वाला हर एक स्वर्गदूत के लिए नाम भी है करके बताया है. ഒന്ന്, നമ്മൾ 7-ാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിന്റെ അകത്ത് കണ്ട 4 ദൂതന്മാരുടെ ജോലി എന്തുവാ? അവര് കാറ്റിനെ 4 ദിക്കിലും നിന്ന് കാറ്റിനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. और 7वां अध्याय का पहला पद में जो वचन लिखा है वहां पर हम ऐसे पढ़ते हैं कि स्वर्गदूत का काम यहाँ पर ये है कि पृथ्वी के चारों कोने पर 4 स्वर्गदूत खड़े रखे, उनका काम ये है कि हवाओं को जो है थामे रहा है. തോ അവര് ആ കാറ്റിനെ പിടിക്കുന്നു, ദൈവം പറയുന്ന സമയത്ത് അതിനെ അഴിച്ചുവിടും. അങ്ങനെ ആ അധികാരത്തിൽ പ്രാപിച്ച ഒരു പ്രത്യേകമായ ദൂതന്മാരാണ്. सो ये हवा को थाम के रखने के बाद जब परमेश्वर कहते हैं उनके हिसाब से जो है ये हवा को वो लोग रिलीज कर देंगे, छोड़ देंगे. तो ऐसा अधिकार पाया हुआ विशेष करके सृष्टि किया हुआ स्वर्गदूत है ये. ആമേൻ. ഇത് മാനുഷിക തലത്തിൽ ചിന്തിച്ചാൽ അത് അസാധ്യമായ വിഷയമാ. ആർക്കും വായുവിനെ അല്ലെങ്കിൽ കാറ്റിനെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. और मानुष्य रीति से यदि हम इस बात को ग्रहण करें तो ये असंभव है. कोई भी मनुष्य हवा को थाम नहीं सकता है. എന്നാൽ വർഷങ്ങൾക്ക് മുന്നേ ഫിലോസഫേഴ്സ് പോലും വിജ്ഞാനികൾ, ബുദ്ധിജീവികൾ, ആ ഫിലോസഫേഴ്സ് അവരുടെ ഫിലോസഫിയുടെ ആ ബുദ്ധിയിൽ, അവരുടെ ജ്ഞാനത്തിൽ പണ്ടേ എഴുതിയിരുന്നു ദൈവത്തിന് അത് കഴിയുമെന്ന്, അല്ലെങ്കിൽ കാറ്റിനെ പിടിച്ചു നിർത്താൻ കഴിയുമെന്നുള്ള വെളിപ്പാടുകൾ അല്ലെങ്കിൽ വചനങ്ങളുണ്ട്. और फिलोसफर्स जो थे उन लोग ने कई सालों पहले ये कहा था कि परमेश्वर सामर्थ्य रखता है कि हवाओं को थाम सके. സദൃശവാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 30-ാം അധ്യായത്തിന്റെ അകത്തെ സോളമന്റെ സമയത്തെ ഏറ്റവും അതിബുദ്ധിമാനായ ഫിലോസഫറായിരുന്ന അഗൂറിന്റെ ഒരു വചനമുണ്ട്. नीति वचन 30वां अध्याय में बड़ा ज्ञानी जो अकूर का एक वचन है. He was a philosopher. He was a great philosopher and he was the teacher in the time of King Solomon. सो ये आगुर जो है एक तत्वज्ञानी है और एक शिक्षक भी है सोलोमन राजा के समय का. ആ സമയങ്ങളിലൊക്കെ ഈ ബുദ്ധിമാന്മാരുടെ നീതിവചനങ്ങൾ പ്രഘോഷിക്കപ്പെടുമായിരുന്നു. और बुद्धिमान लोगों का जो नीति वचन को जो है घोषणा करते थे. അഗൂർ ഒരു ദൈവ പൈതലായിരുന്നു, ദൈവ മകനായിരുന്നു, ദർശനം പ്രാപിച്ച ഒരു വ്യക്തിയായിരുന്നു, പ്രവാചകനായിരുന്നു, ഗ്രേറ്റ് ടീച്ചർ ആയിരുന്നു. അപ്പോൾ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഐഡിയ ഉള്ള വ്യക്തിയായിരുന്നു, വളരെ ജ്ഞാനിയായിരുന്നു. സോളമൻ പോലും അപ്രിഷിയേറ്റ് ചെയ്ത ഒരു ഗ്രേറ്റ് ടീച്ചർ ആയിരുന്നു അഗൂർ. അഗൂർ പറയുന്നത് കണ്ടോ, അതിന്റെ 30-ന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സ്വർഗത്തിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നവനാണ്, കാറ്റിനെ തന്റെ മുഷ്ടിയിൽ പിടിച്ചടക്കിയവനാണ്. കണ്ടോ, ഓരോ വാക്കുകളും ഇങ്ങനെ വായിച്ചു വരുമ്പോഴത്തേക്ക് അവൻ ആരാണ്, അവന്റെ പേരെന്തമാണെന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. और हम देखते हैं कि आगूर जो है परमेश्वर का एक संतान था, परमेश्वर का एक बच्चा था और वो एक भविष्यवक्ता था, वो एक दर्शन पाया हुआ व्यक्ति था, एक बड़ा शिक्षक था, ज्ञानी था, तत्वज्ञानी था और सोलोमन राजा भी उसे बहुत अप्रिशिएट करते थे. और 30वां अध्याय नीति वचन 30 अध्याय का 4था वचन में उसने ऐसे लिखा है कि कौन स्वर्ग में चढ़कर फिर उतर आया, किसने वायु को अपनी मुट्ठी में बटोर रखा है. ऐसे कई सवाल वहां पर किए गए हैं. ആമേൻ. അപ്പോൾ ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ 7-ാം അധ്യായത്തിന്റെ അകത്ത് 1-ാമത്തെ വാക്യത്തിന്റെ അകത്തുള്ള വാക്യങ്ങൾ വിചിത്രമൊന്നുമല്ല. ഇത് ദൈവത്താലാണ് സാധിക്കുന്നത്. ദൈവത്തിന് സകലതും കഴിയുന്നു. ആ കാറ്റിനെ ഉണ്ടാക്കിയ ദൈവം കാറ്റിനെ പിടിക്കുവാൻ, തന്റെ കരങ്ങൾ മുട്ടിയിലാക്കുവാനുള്ള ശക്തിയും ബലവുമുണ്ട്.
और सातवां ആമേൻ. अध्याय का पहला वचन जो है कोई विचित्र वचन नहीं है, क्योंकि परमेश्वर जो है हवा को जो है बनाया है, तो परमेश्वर उसे कैसा थामना है करके परमेश्वर जानता है, उसके पास वो सामर्थ्य और शक्ति है। അപ്പോൾ ദൈവം അയച്ച 4 ദൂതന്മാർക്കുള്ള അധികാരം അവരുടെ ജോലി കണ്ടോ? അവർ 4 കോണയിൽ നിന്നുകൊണ്ട് ഈ ആ കാറ്റിനെ അവർ പിടിച്ചിരിക്കുകയാണ്. और परमेश्वर ने रखा हुआ, नियुक्त किया हुआ ये विशेष स्वर्गदूत का काम ये है कि पृथ्वी के 4 कोनों से जो है हवाओं को थामना। രണ്ടാമത്തെ ഒരു ദൂതന്മാരെ പറ്റി അതിന്റെ 2ാമത്തെ വാക്യത്തിൽ തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. മുദ്രകൾ ഇടാനായിട്ട് ജോലി ലഭിച്ചിരിക്കുന്ന, മിനിസ്ട്രി ശുശ്രൂഷ ലഭിച്ചിരിക്കുന്ന ദൂതൻ. और दूसरा सेवकाई हम देखते हैं स्वर्गदूत का दूसरा पद में कि मोहर लगाने का काम है इन लोगों का। ആമേൻ, ആമേൻ, ആമേൻ. ദൈവദാസന്മാരുടെ നെറ്റിയിൽ മുദ്രകൾ ഇടുവാനായി അധികാരം ലഭിച്ച, ശുശ്രൂഷ ലഭിച്ച ദൂതനെ പറ്റി നാം അവിടെ വായിക്കുകയാണ്. सो पहला जो स्वर्गदूत को हवाओं को थामने का अधिकार है, तो दूसरा स्वर्गदूत जो दूसरा पद में लिखा है कि कुछ भक्तों को, कुछ लोगों को जो है मोहर लगाने का, उनके माथे में मोहर लगाने का अधिकार और सेवकाई है। 8ാം അധ്യായത്തിന്റെ 1ാമത്തെ വാക്യത്തിനകത്ത് 3ാമതായി 7 ദൂതന്മാരെ കാണുന്നുണ്ട്. അവർ 7 കാഹളങ്ങൾ ഊതുവാൻ ഉള്ള ശുശ്രൂഷയാണ് അവരുടെ. 8वां अध्याय का पहला कुछ वचन में हम देखते हैं कि 7 स्वर्गदूत और उनका सेवकाई क्या है, 7 तुरहियों को फूकना। 10ാം അധ്യായത്തിൽ ബലവാനായ ഒരു ദൂതനെ നമ്മൾ കാണുന്നുണ്ട്. ആ ദൂതൻ ഒരു ചെറു പുസ്തകം കയ്യിൽ പിടിച്ചുകൊണ്ട് യോഹന്നാന് കൊടുക്കുകയാണ്. ശുശ്രൂഷ അതാണ്. ആ ചെറു പുസ്തകം യോഹന്നാന് തിന്മാനായി കൊടുക്കുകയാണ്. और 10वां अध्याय में हम एक शक्तिशाली स्वर्गदूत को देखते हैं, और उसका काम ये है कि एक छोटा सा खुली हुई पुस्तक जो है യോഹന്നാ को दे रहे हैं उसको खाने के लिए। ആമേൻ. 12ാം അധ്യായത്തിന്റെ 7ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ദൈവത്തിന്റെ ആർക്കേഞ്ചലായ മിഖായേലും ദൂതന്മാരുടെയും യുദ്ധം, ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന അല്ലെങ്കിൽ പിശാചിനോട് പടവെട്ടുന്ന ദൈവിക സേനയെ, അതിലെ ദൂതന്മാരെ നമുക്ക് കാണാൻ പറ്റും. और फिर हम जब 12 अध्याय उसका 7वां वचन में आते वक्त हम वहां पर मीकाइल को देखते हैं, और मीकाइल जो है युद्ध कर रहा है शैतान के साथ, मतलब स्वर्गीय सेना जो है, हाँ, इनका ही युद्ध करने का है। 15ാം അധ്യായത്തിലേക്ക് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാം. 15ാം അധ്യായത്തിന്റെ 1ാമത്തെ വാക്യത്തിനകത്ത് നമ്മൾ ഒരു വലിയൊരു അടയാളം സ്വർഗത്തിൽ കണ്ടു. 7 ബാധ ഈ ഭൂമിയിലേക്ക് നൽകാനായിട്ട് 7 ദൂതന്മാർക്ക് ആ ദൈവകോപത്തിന്റെ കലശം കരങ്ങളിൽ ഇട്ടിരിക്കുകയാണ്. അവരുടെ ശുശ്രൂഷ ഈ കലശം ഒഴിച്ചു കളയുക എന്നുള്ളതാണ്. और 15 अध्याय का पहला वचन में हम देखते हैं कि वहां भी स्वर्गदूत है, और वो 7 स्वर्गदूत का काम ये है कि पृथ्वी पे जो है अंतिम 7 विपत्तियों को, परमेश्वर का प्रकोप को जो है उंडेलना, क्रोध की कटोरा उभारने के लिए उनको ये 7 स्वर्गदूतों के बारे में वहां लिखा है. 18 अध्याय की 21 पद में हम आता है, वहां एक ശക്തനായ ഒരു ദൂതൻ തിരികല്ലെടുത്തുകൊണ്ട് സമുദ്രത്തിലേക്ക് എറിയാനുള്ള ഒരു മിനിസ്ട്രി നാം കാണും. और 18 अध्याय का 21 वचन में हम एक बलवंत स्वर्गदूत को देखते हैं, जो बड़ी चक्की के पाट के समान एक पत्थर उठाया और समुद्र में फेंक दिया. ഇതെല്ലാം നമ്മൾ പിന്നെ ഒന്ന് ചിന്തിക്കും, ഇത് എന്തുവാണ്, എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യം. 20ാം അധ്യായത്തിന്റെ 1ാം ഭാഗത്തിൽ അഗാധത്തിന്റെ താക്കോലും ചങ്ങലയും കൈപിടിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന ഒരു ദൂതനെ കാണുന്നുണ്ട്.
और फिर ये सारे वचन जो है हम आगे देखेंगे, अध्ययन करेंगे कि ये क्या है। अगला स्वर्गदूत का काम जो है 20वां अध्याय का पहला वचन में, वहां पर स्वर्गदूत उतरते हैं स्वर्ग से, और उसके हाथ में अथाह कुंड की कुंजी और बड़ा जंजीर थी। പിശാചിനെ എന്നേക്കുമായി അവനെ 1000 വർഷത്തേക്ക് ബന്ധിച്ച് അഗാധ കൂപത്തിലേക്കിട്ട് അതിനെ അതിനെ ആ താക്കോല് കൊണ്ട് ബന്ധിക്കുവാനായിട്ട് സ്വർഗത്തിൽ നിന്ന് ആ താക്കോലും ചങ്ങലയുമായി ഇറങ്ങി വരുന്ന ഒരു ദൂതൻ. हम देखते हैं कि शैतान पिशाच को जो है बंदी बनाने के लिए, 1000 वर्ष के लिए बंदी बनाने के लिए स्वर्ग से जो है स्वर्गदूत उतरता है, जिसके हाथ में अथाह कुंड की कुंजी और जंजीर है। ആമേൻ. ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായി ദൈവം പലവിധ തലങ്ങളിൽ ഈ സ്വർഗദൂതന്മാരെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്, ഉപയോഗിക്കാൻ പോകുന്നു. അതെല്ലാം ബൈബിള് നമുക്ക് കാണിച്ചു തരികയാണ്. और परमेश्वर की विभिन्न प्रकार की सेवकाई को टहल करने के लिए स्वर्गदूतों को इस्तेमाल किए थे और करेंगे, करते रहेंगे। पवित्र ആമേൻ. शास्त्र हमें बताता है। ഇന്നും ദൈവമക്കളുടെ സേവകാത്മാക്കളായിട്ട് ഇന്നും സ്വർഗദൂതന്മാർ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ആ ശുശ്രൂഷ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യവും ദൈവജനം മറന്നു പോകരുത്. और ये बात भी हम ध्यान में रखें कि आज भी परमेश्वर के भक्तों का सेवा टहल करने के लिए स्वर्गदूत को परमेश्वर ने नियुक्त किया है। അഭി നമുക്ക് 7-ാം അധ്യായത്തിലേക്ക് ആ ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ പോവുകയാണ്. अभी हम 7वां अध्याय में आएंगे, वहां पर वो बड़ा जो समूह है, भीड़ जो है, उसके विषय में हम देखेंगे। ഈ 4 ദൂതന്മാർ കാറ്റിനെ അഴിച്ചു വിടുന്നതിന് മുമ്പേ ഒരു ദൂതൻ ഒരു മുദ്ര പിടിച്ചുകൊണ്ട് ഓടി വന്നിട്ട് അവരോട് പറയുകയാണ്, നിക്കരുത്, ഇപ്പൊ കേടുവരുത്തരുത്. നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിവോളം ഭൂമിക്കും സമുദ്രത്തിനും വിഷയത്തിനും കേടുവരുത്തരുതേ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. और ये मोहर लगाने से पहले हम देखते हैं कि एक स्वर्गदूत दौड़ के आकर बड़े ऊंचे शब्द से पुकार कर कहता है कि रुक जाओ, ठहर जाओ, परमेश्वर के दासों के माथे पर मोहर जब तक नहीं लगाते तब तक पेड़ों को, समुद्र को, पृथ्वी को कोई भी हानि नहीं पहुंचाना। അപ്പൊ ഈ സ്വർഗദൂതൻ അവരുടെ നെറ്റിയില് മുദ്രയിടുകയാണ്. और ये स्वर्गदूत का काम है परमेश्वर के दासों के माथे पर मोहर लगाना। अभी 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ മുദ്രയേറ്റവരുടെ എണ്ണം ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്നും മുദ്രയേറ്റവർ 144,000 പേരാണ്. और चौथा पद में लिखा है कि मुहर जिन्हें दी गई थी उनकी गिनती मैंने सुना, वो इस्राएल की संतानों के सब गोत्रों में से 1,44,000 थी। അപ്പൊ ഈ 144,000 പേര് ആരാണ്? सो ये 1,44,000 लोग कौन है? ഈ മുദ്രയിടപ്പെട്ടവരാരാണെന്നുള്ള സ്റ്റഡി നമുക്ക് അത്യാവശ്യമായിരുന്നു. और ये मोहर लगाया हुआ 1,44,000 लोग कौन है, इसका अध्ययन करना जरूरी है। ഇതിനെപ്പറ്റി പല ദുരുപദേശങ്ങളും തെറ്റായിട്ടുള്ള പഠിപ്പീരുകളും ഇന്ന് ഉള്ളത് കൊണ്ട് ഇതാരാണെന്നൊന്ന് നമുക്ക് ആദ്യം ചിന്തിക്കാം. और इस अध्ययन के विषय में कई प्रकार का दुरुपदेश है। इसके लिए ये क्या है? गलत उपदेश है। इसके लिए हम ये सबसे पहले देखेंगे कि ये 44,000 लोग कौन है जिन पर मोहर लगाया था। അവിടെ ഈ മുദ്രയിടപ്പെട്ട ഈ 144,000 പേര് ഇസ്രായേൽ, അവിടെ തന്നെ ആ വാക്യത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്നും മുദ്രയേറ്റപ്പെട്ടവരാണ് ഇവർ എന്ന് പറഞ്ഞാൽ ഒരു ഗോത്രത്തിൽ നിന്ന് 12,000 പേരാണ് മുദ്രയിടുന്നത്.
और ये सवाल का जवाब उस पद में ही लिखा है कि इस्राएल के ही संतानों के सब गोत्र में से, मतलब 12 गोत्र में से 12,000 लोग है। അപ്പോൾ ഈ യഹോവ വിറ്റ്നസ് എന്ന് പറയുന്ന, യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന ആൾക്കാർ പറഞ്ഞത്, അവരിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഈ 144,000 പേര് ഞങ്ങളാണെന്നാണ് അവര് അവരുടെ പഠിപ്പിൽ ആ ദുരുപദേശം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. और यहोवा साक्षी जो समूह के लोग हैं, समुदाय के लोग हैं, वो लोग ये सिखाते हैं कि ये 1,44,000 लोग जो है हम लोग हैं। അപ്പോൾ മോർമോണിസം എന്ന് പറഞ്ഞ ഒരു ദുരുപദേശം ഉണ്ടായിരുന്നു. അത് ജോസഫ് സ്മിത്തിന്റെ ഒരു പഠിപ്പില്ല. ആ വ്യക്തി പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അത് ഞങ്ങളാണെന്ന്, 144,000 പേര് ഞങ്ങളാണെന്ന് അവര് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. जोसेफ नित्यानंद। ആ ആ सो മോർമോണിയസ്. മോർമോണിസം में സമുദായമാണോ പാസ്റ്റർ അത്? അതൊരു തെറ്റായതായ ഉപദേശമുള്ള ഒരു സംഘടനയാണ്. हाँ, तो वो भी एक मॉर्मोनिज्म में जो है यूसुफ नितीन करके जो है व्यक्ति, वो भी ऐसे ही सिखाते हैं कि ये एक वो 1,44,000 लोग जो है हम में से है करके। അപ്പോൾ തന്നെ നമ്മുടെ ഇപ്പോഴുള്ള ചില ബന്ധിക്കോസൽ വെള്ളവസ്ത്രം ധരിക്കുന്നവര് പോലും പറയുന്ന ഒരു ഉപദേശമുണ്ട്, അത് ഞങ്ങളായിരുന്നു എന്ന്, ഞങ്ങളാണ്. और पेंतिकोस समुदाय के सफेद वस्त्र पहनने वाले कुछ समूह के लोग भी कहते हैं कि ये गिनती के लोग हम हैं। അപ്പം ഇന്ന് നാം വിശ്വസിക്കുന്നത് ഇതുപോലുള്ള തെറ്റായിട്ടുള്ള ഉപദേശങ്ങളെ അല്ല. ദൈവവചനം നമുക്കൊരിക്കലും തെറ്റായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. और हम जो है ये गलत उपदेश को जो है विश्वास नहीं करना है और गलत ट्रांसलेट नहीं करना है वचन को। അപ്പൊ ഇവിടെ വ്യക്തമായിട്ട് അതിശക്തമായിട്ട് ആ വചനം തന്നെ നമ്മെ പഠിപ്പിക്കുന്നു, ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്നും മുദ്രയേറ്റപ്പെട്ട ഈ 144,000 പേരെ പറ്റിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. और वो पद में ही उसका वो सवाल का जवाब दिया, इस्राएल के गोत्र के 12,000 लोगों पर ही मोहर लगाया है। അവര് പറഞ്ഞിട്ടില്ല നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ. അപ്പൊ ആ ദാസന്മാരെന്നുള്ള ഒരു വാക്ക് അവിടെ വന്നതുകൊണ്ട്, സെർവൻസ് ഓഫ് ഗോഡ്, അതുകൊണ്ടാണ് അവരാണെന്ന് അതിനെ ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ അവർക്ക് പഠിപ്പിക്കാൻ പറ്റുന്നില്ല. 1,44,000-ലും കൂടുതൽ ദാസന്മാരായിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ അതൊന്നും പഠിപ്പിക്കാൻ പറ്റത്തില്ല. അത് തന്നെ ഭോഷ്കാണെന്ന് അത് തെളിയുവാനിടയായി. सो तीसरा पद में वहां पर एक शब्द लिखा है, परमेश्वर के दास। सो ये जो एक पद के कारण, शब्द के कारण जो है कंफ्यूजन हुआ होगा उन्हें। इसके लिए उन्होंने कहा कि वो 1,44,000 हम लोग हैं, लेकिन अभी उनका जो समूह के लोगों का गिनती उससे भी अधिक हो चुका है। तो ये थियरी यहाँ पर ही गलत साबित होता है। റീപ്ലേസ്മെന്റ് തിയറി എന്ന് പറഞ്ഞ ഒരു തിയറി ഉണ്ട്. रिप्लेसमेंट थियरी करके एक थियरी है। അതിൻ്റെ അകത്ത് പഠിപ്പിക്കുന്നത് പഴയ ഇസ്രായേലിനെ ദൈവം ത്യജിച്ചു കളഞ്ഞു. ഇപ്പോൾ ആ ഇസ്രായേലിനുള്ള ബന്ധത്തിൽ ദൈവത്തിന് ഒരു ബന്ധവും ഇല്ല. ഇപ്പോഴുള്ള ദൈവജനം, പുതിയ ഇസ്രായേൽ, ആ ഒരു തിയറിയാണ് റീപ്ലേസ്മെന്റ് തിയറി എന്ന് പറയുന്നത്. അപ്പം അത് ഇവിടെ പറയുന്ന ഇസ്രായേൽ, അത് പുതിയ നിയമസഭയായിരിക്കുന്ന ഇസ്രായേലിനെയാണ് പറയുന്നത്. അതിൻ്റെ അകത്തുള്ള 144,000 ദൈവദാസന്മാരിലാണ് ഈ മുദ്രകൾ പതിക്കുന്നതാണെന്നാണ് ഇവരുടെ പക്ഷം. रिप्लेसमेंट थियरी ये कहता है कि पुराना इसराइल को जो है परमेश्वर ने त्याग दिया है और परमेश्वर को उनके साथ कोई भी रिश्ता नहीं है। सो अभी जो इसराइल है वो नया नियम का इसराइल है, जो कलीसिया है, और उनमें से जो परमेश्वर के दास लोग हैं ये 1,44,000 लोग। അപ്പൊ നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാർ എന്ന് പറയുമ്പോഴത്തേക്ക്, ദൈവത്തിന്റെ ദാസന്മാർ ദൈവവചനം പ്രസംഗിക്കുന്നവരാണ്, ഘോഷിക്കുന്നവരാണ്.
परमेश्वर के दास करके पद तीसरा वचन में लिखा है, उसका मतलब ये कि वचन की घोषणा करने वाले या प्रचार करने वाले। അപ്പൊ ഇതാകെ പഠിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് അതിനെ ആഴമായി പഠിക്കുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഒത്തിരിയാണ്. इसका हम अध्ययन जैसे ही करते जाएंगे गहराई में, तो हो सकता है कि हमें बहुत सारे कंफ्यूजन हो। അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരെടുത്തുകൊണ്ടാണ് അവരാണെന്ന് വ്യാഖ്യാനിച്ചത്. പക്ഷെ അതെല്ലാം ഇപ്പൊ പൊള്ളത്തരമാണെന്ന് തിരിഞ്ഞു. അവരുടെ തന്നെ ഈ സംഖ്യകൾ കൂടുവാനിടയായി. ഇപ്പോൾ പലരും അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നേ ഇല്ല, അങ്ങനെ പഠിപ്പിക്കുന്നേ ഇല്ല. അപ്പം ഇതാരാണെന്ന് വാക്കും ഭാഷണം ഇല്ലാതെ തന്നെ ആ വാക്യത്തിൽ തന്നെ പറയുന്നു, ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ നിന്നുള്ള 12,000 പേരെയാണ് ഇവിടെ മുദ്ര ചെയ്യുന്നത് ദൂതൻ. और ये जो भी थियोरी जिन्होंने भी बनाया, उनके समूह के लोग जो है ये गिनती से भी बढ़कर अभी बढ़ गए हैं। तो अभी उनको समझ में आया क्या उनका थियोरी जो है वो गलत है करके, तो ऐसा अभी सिखाते नहीं है। और ये 4 और 5 वो वचन में स्पष्ट रीति से लिखा है कि इसराइल के 12 गोत्र में से 12,000 लोग जो है, ये 1,44,000 लोग है। അപ്പം വേറൊരു വിഷയം കൂടെ അവിടെ വരുന്നുണ്ട്. യഹൂദ ഗോത്രം മുതല് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ബെന്യാമീൻ ഗോത്രം വരെ ഉള്ള ഒരു ഗിന്തി വരുന്നുണ്ട്. പക്ഷെ ഒരു ഗോത്രം അവിടെ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്, മിസ്സായിരിക്കുകയാണ്. और 5वां पद से लेकर 8वां पद में यहूदा गोत्र से लेकर बेन्यामिन गोत्र के विषय में बताया है, जिक्र किया है, लेकिन उसमें से एक गोत्र मिसिंग है। നമുക്കറിയാം യാക്കോബിന്റെ മക്കള് 12 പേരാണ്. हम जानते हैं कि याकूब का पुत्र जो है 12 है। അങ്ങനെ രൂബേൻ തൊട്ട് ബെന്യാമിൻ വരെയുള്ള 12 തന്റെ മക്കള് ഇസ്രായേൽ ഗോത്രങ്ങളാണ്, അല്ലെങ്കിൽ പൂർവികന്മാരാണ്. और रूबेन से लेके बेन्यामिन तक जो है 12 गोत्र इसराइल है, ये हम जानते हैं। എന്നാൽ യോശുവയുടെ സമയം മുതൽ അവര് മിസ്രൈമിൽ നിന്ന് 430 വർഷത്തെ അവരുടെ ആ ബന്ധനത്തിൽ നിന്ന് സ്വാതന്ത്ര്യമായി തങ്ങളുടെ വാഗ്ദത്ത ദേശത്തേക്ക് വന്നപ്പോൾ ഈ ഗിന്തിക്ക് അല്ലെങ്കിൽ ഈ കണക്കിന് ഒരു മാറ്റം വരുവാനിടയായി. और योशु के समय में जब इसराइल लोग 430 साल गुलामी में रहने के बाद मिस्र देश से जब वायदे के देश में आजादी मिलके जब वो लोग आए, तो ये गोत्र का गिनती में जो है कुछ फर्क आया। ഇവിടെ 12 ആ സമയത്തുള്ള 12 ഗോത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യാക്കോബിന്റെ 12 മക്കളുടെ പൂർണ്ണമായിട്ടുള്ള ആ ഗിന്തി വരുന്നില്ല, എണ്ണം വരുന്നില്ല. അതിൻ്റെ അകത്ത് 2 മക്കൾ മാറ്റപ്പെടുന്നു. ഒന്ന് ലേവി ഗോത്രവും രണ്ടാമത് യോസഫും അവിടുന്ന് മാറ്റുകയാണ്. और याकूब के पुत्र जो 12 गोत्र कहलाते, 12 पुत्र जो 12 गोत्र कहलाते, हम देखते हैं कि उनमें से 2 गोत्र जो है वो गिनती में नहीं आता है। सबसे पहला लेवी और दूसरा है यूसुफ, ये दोनों जो है उसमें से मिसिंग है। അപ്പം യോശുവ ആ വാഗ്ദത്ത ദേശം അളന്നു കൊടുത്തപ്പോൾ ലേവിക്കും യോസഫിനും ഉള്ള ആ കാൽക്കുലേഷൻ നമ്മൾ കാണുന്നില്ല. ലേവി ഗോത്രം പുരോഹിത ഗോത്രമായതുകൊണ്ട് അവർക്ക് വാഗ്ദത്ത ഭൂമിയൊന്നും അവകാശമായി ലഭിച്ചില്ല. അവരുടെ അവകാശം ദൈവമായിരുന്നു. അവർ ദൈവത്തിന്റെ ആലയത്തിന്റെ ചുറ്റുപാടിൽ അവർക്ക് താമസിക്കാനുള്ള അവസരങ്ങളായിരുന്നു. അവർക്കൊന്നും ഭൂമി പതിച്ച് കൊടുത്തില്ല. അപ്പോൾ തന്നെ യോസഫിന് എന്നുള്ള ആ ഒരു ഗോത്രമില്ലാതെ യോസഫിന്റെ 2 മക്കളായ മനേഷ്യയും എഫ്രീമും ആ ഗോത്രഗിന്തിയിലേക്ക് വരുവാനിടയായി. അപ്പോൾ ഈ ലേവിയുടെയും യോസഫിന്റെയും സ്ഥാനത്ത് മനേഷ്യയും എഫ്രീമുമാണ് ഗോത്രഗിന്തിയില് കനാനിൽ പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ എണ്ണപ്പെടുന്നത്, അല്ലെ കാണപ്പെടുന്നത്.
इसराइल लोग जब यहोशू ने जब वायदे के देश में आते वक्त भूम आशीष को जब बंटवारा किया तब हम पृथ्वी, कनान देश का बंटवारा किया, തബി कनान। ആ ഞാൻ പറയണോ? हाँ ഒത്തിരി ഉണ്ട് പാസ്റ്ററെങ്കിലെ ഓർമ്മയില്ലല്ലോ. ओके, बंटवारा किया तो लेवी गोत्र को कोई भी जगह उन्होंने नहीं दिया, और यूसुफ को नहीं दिया, परंतु यूसुफ को दो पुत्रों को दिया, मनेशे और एफ्रीम को। तो तब से लेकर गोत्र गिनती में, जो 12 गोत्र गिनती में, लेवी और यूसुफ को हटाकर मनेशे और एफ्रीम आकर 12 गिनती में जुड़ जाता है। तो अभी हम ये जो 7वीं अध्याय में जो मोहर लगाता है, उसमें 12 गोत्रों का मोहर लगाने में हम एक व्यक्ति वहां छूट जाता है। ओके, हम अभी उसमें जाएंगे. അപ്പൊ അപ്പം ആ ഒരു വിഷയമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ ഗോത്രത്തെ ഒന്ന് ചിന്തിക്കാം. अभी पास्टर साहब ने ഇത്രയും കാര്യങ്ങൾ सारे बातों को ध्यान में रखते हुए हम ये गोत्रों को देखेंगे. अभी देखो, इसमें സകല ഗോത്രത്തിൽ നിന്നും മുദ്രയേറ്റവർ 144,000 പേരെന്ന് പറയുന്നു. सब गोत्र से मोहर लगाए हुए टोटल जो है 1,44,000. 12,000 എന്ന് വെച്ചാൽ 12,000 പ്ലസ് 12 ആകുമ്പോഴത്തേക്ക് 1,44,000 പേര് അവിടെ കാണുകയാണ്. 12 गोत्र से 12,000 जो है 1,44,000. ഇവിടെ നമ്മള് ഈ ഒരു ഗോത്രത്തെ കാണുന്നില്ല, ഒരാളെ കാണുന്നില്ല. और यहाँ पर जो है एक गोत्र को हम नहीं देखते, मिसिंग है. അത് ദാൻ ഗോത്രം, दान गोत्र है. ദാൻ ഗോത്രത്തെ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. दान गोत्र को हम यहाँ पर नहीं देखते. ഓക്കെ, അത് നിങ്ങൾ ആ ഗോത്രങ്ങളെല്ലാം വായിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത് മനസ്സിലാവും. അത് എന്തുകൊണ്ടാണ് ഈ ദാൻ ഗോത്രം ഇവിടെ ഇല്ലാത്തതെന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കാൻ പോകാം. और ये दान गोत्र यहाँ पर क्यों नहीं है, इस विषय में हम जरा ध्यान देंगे. ഈ ദാൻ ഗോത്രത്തെ നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് ഇവരെ പറ്റി ഒരുപാട് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീൻ കാണാമോ? സ്ക്രീൻ കാണാൻ പറ്റുമോ? ഇത് ഇസ്രായേലിന്റെ എല്ലാ ഗോത്രങ്ങളുടെയും പറ്റിയുള്ള എല്ലാ ഗോത്രങ്ങളും ഇതിന്റെ അകത്തുണ്ട്, ഈ മാപ്പിന്റെ അകത്തുണ്ട്. इसराइल के सब गोत्र जो है आपके स्क्रीन में मैप में आप देख सकते हो. ഞാനിപ്പോ ഇനി ചിന്തിക്കണം, നിങ്ങൾ എല്ലാവരും ഒന്ന് നോക്കണേ. എല്ലാവരും എല്ലാ ഗോത്രങ്ങളും നമുക്ക് ഇതിന്റെ അകത്ത് കാണാൻ പറ്റും. सभी लोग स्क्रीन में देखें, सारा गोत्र स्क्रीन में अवेलेबल है. പക്ഷെ ഇതിന്റെ അകത്ത് കണ്ടോ, 2 സ്ഥലത്ത് ദാനുണ്ട്. ഇവിടെ താഴെ കണ്ടോ, മെഡിറ്ററേനിയൻ സീയുടെ അടുത്തായിട്ട് കണ്ടോ ദാനുണ്ട്. പിന്നെ കണ്ടോ ഹെർമോന്റെ അവിടെ, ലെബനോന്റെ ഒക്കെ അവിടെ ആയിട്ട് കണ്ടോ ദാനുണ്ട്. 2 സ്ഥലത്തും ദാൻ കിടക്കുന്നുണ്ടോ? और आपकी स्क्रीन में आप 2 जगह में दान गोत्र को देख सकते हैं, एक मेडिटेरियन सी के पास और दूसरा ऊपर हर्मोन पहाड़ के पास. നമ്മൾ ഇത് കാണുന്നുണ്ടോ? നിങ്ങൾ ഇത് കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ഒന്നാമത്തെ കാര്യം, ഈ ദാൻ ഗോത്രത്തിന്റെ ഒന്നാമത്തെ വിഷയം, ഇവര് വിഗ്രഹാരാധനയിലേക്ക് വീണുപോയ ഒരു കടുത്ത ആരാധനയിലേക്ക് വീണുപോയ ഒരു ഗോത്രമായി. और दान गोत्र के विषय में हम देखते हैं कि एक बड़ा जो है मूर्ति पूजा में गिर गया हुआ एक गोत्र है. कठोर मूर्ति पूजा में गिरा हुआ एक गोत्र था दान गोत्र. കൂടാതെ മെഡിറ്ററേനിയൻ കടലിന്റെ അടുത്തുള്ള അവരുടെ ആ ദേശം അവർക്ക് കിട്ടിയത് അവിടെ നമ്മളിപ്പം കണ്ടില്ലേ, മെഡിറ്ററേനിയൻ സീയുടെ അടുത്തായിട്ടുള്ള സ്ഥലമാണ് അവർക്ക് കിട്ടിയത്, അവർക്ക് വാഗ്ദത്തമായിട്ട്. और उनको जो भाग कनान देश में मिला वो मेडिटेरियन सी के पास में है. മധ്യധരണി കടലിന്റെ അടുത്തായിട്ടുള്ള സ്ഥലത്താണ് ഇവർക്ക് ഈ ഭൂമി പതിച്ചു കിട്ടിയത്. मेडिटेरियन എന്താ പറയുന്നത് പാസ്റ്ററേ? മധ്യധരണി है, ऐसा ही बोलो. ठीक है. मेडिटेरियन सी के करीब में इनको जो है भूमि या देश या फिर जगह भाग मिला.
അവർക്ക് ആ സ്ഥലം ഒന്നും ഇഷ്ടപ്പെട്ടില്ല. और उनको जो है ये दान गोत्र को वो जगह पसंद नहीं आया। അത് തന്നെയല്ല, അമോന്യരും പെലിസ്തരും ഒക്കെ ഇവരെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചു. और केवल वो ही नहीं, अमोनियर और फिलिस्ती लोग जो है इनको बहुत सताते थे। നമ്മള് ഈ ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിവരിക്കുന്നത്, അല്ലെങ്കിൽ പ്രസംഗിച്ചു പോയതിനെ പറഞ്ഞു. അപ്പൊ ഒന്ന് ബൈബിൾ സ്റ്റഡി പോലെ ആയതുകൊണ്ട് നമ്മൾ അതിനെയൊക്കെ ഒന്ന് ചിന്തിച്ചങ്ങ് പോകും. അപ്പം ഇതൊരു മെച്ചപ്പെട്ട സ്ഥലമാകാത്തത് കൊണ്ട് അവരെന്ത് ചെയ്തു, അവരിലെ ചാരന്മാരെ, സ്പൈസിനെ ഇച്ചിരി മുകളിലോട്ടുള്ള ഭാഗങ്ങളിൽ, ഹെബ്രോന്റെ ഭാഗങ്ങളിൽ, ലെബാനോന്റെ ഭാഗങ്ങളിലേക്ക് അയക്കുവാനിടയായി. तो क्योंकि उन्हें ये जगह पसंद नहीं है, तो उन्होंने अपने में से कुछ भेदों को जो है हेब्रोन के उस पास, ലെബാനോൻ. लेबानोन के पास जो है उनको भेजा, भेदों को भेजा। അപ്പം നല്ല സ്ഥലമാണ്, സമ്പൽ സമൃദ്ധിയുള്ളത്, നല്ല ഒരു ദേശമായിട്ട് കണ്ടപ്പോൾ അവിടുത്തെ ആൾക്കാര് एकदम സാധാരണ ആൾക്കാരാണെന്ന് അറിവ് കിട്ടിയപ്പോൾ ഈ ദാൻ ഗോത്രം ചെന്ന് അവരെ ആക്രമിച്ച് ആ ഗോത്രവർഗത്തെ മുഴുവൻ തുടച്ചു നീക്കി അവരവിടെ അവരുടെ ടെറിട്ടറി വെച്ചു. और ये भेदों को जो भेजा था, वो लोग जो है इस ये जगह में जाकर ഏത് സ്ഥലമാ പാസ്റ്റർ അത്? ലെബാനോന്റെ അടുക്ക് ഞാൻ കണ്ടില്ല, ഏറ്റവും മുകളിൽ കണ്ടില്ല, ഏറ്റവും മുകളിൽ ദാൻ എന്ന് പറഞ്ഞ സ്ഥലം. ओके, सो ये जो भेदों को लोग ने सबसे ऊपर, आप जो हरमोन के पास दान देख रहे हैं, उस जगह पर भेजा। और ये भेद लोग जो वहां पे गए थे, उनको लगा कि वहां के लोग जो है बहुत साधारण लोग हैं, तो जितने भी സമാധാനപരമായി ജീവിക്കുന്ന ജനമായിരുന്നു, വളരെ സമാധാനപരമായി ജീവിക്കുന്ന ഒരു കൂട്ടം നല്ല ആൾക്കാരായിരുന്നു. ഈ ചാരന്മാർ ഇത് അറിഞ്ഞ് ഇത് പറഞ്ഞപ്പോൾ ദാൻ ഗോത്രം അവിടേക്ക് കയറി ആ കൂട്ടരെ മുഴുവനെ തുടച്ചു നീക്കിയിട്ട് അവർ ആ സ്ഥലം കപ്ചർ ചെയ്തു. എന്നിട്ട് അവിടെ അവരുടെ നഗരം സ്ഥാപിച്ചു. അതിന്റെ പേര് ദാൻ എന്നാക്കി. और क्योंकि ये जो लोग, जो उन्होंने देखा कि बहुत साधारण लोग हैं, शांति से रहने वाले लोग हैं और वहां का जगह अच्छा है, ये दान गोत्र के लोगों ने क्या किया, उस जगह के जितने भी गोत्र के लोग थे उन सबों को मार डालकर उनकी जगह को कब्जा किया और वहां पर उन्होंने अपना शहर बनाया, वहां पर वास करने लगे। उसका नाम धान रखा, और उसका नाम जगह का नाम. പിന്നെ അത് കഴിഞ്ഞിട്ട് രാജ്യം വിഭാജിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ധാൻ വടക്കൻ ഇസ്രായേലിലേക്ക് ഭാഗമായി തീർന്നു. അവിടുത്തെ ആദ്യ രാജാവായിരിക്കുന്ന യെരോബാം ഒന്നാമൻ അവിടെയാണ്, ധാനിലും ബഥേലിലുമാണ് ബാലോർ അശേരിയുടെ മന്ദിരമുണ്ടാക്കി അവിടെ വിഗ്രഹാരാധന തുടങ്ങിയത്. വടക്കേന്ന് പറഞ്ഞ പാസ്റ്ററെ നോർത്ത് ആണോ? നോർത്തേൺ കിങ്ഡം വിവേചിക്കുക, സൗത്ത് ആൻഡ് നോർത്തേൺ ആയിട്ട് വിഭാജിക്കപ്പെട്ടു ഇസ്രായേൽ. അപ്പോൾ ആ നോർത്തേൺ കിങ്ഡത്തിലായ ഈ ധാൻ ഗോത്രത്തിലെ മെയിൻ ആ സ്ഥലത്താണ് യെരോബാം ഒന്നാമൻ പുറജാതി ആരാധനയായ സ്വർണക്കാളക്കുട്ടിയെ പ്രതിഷ്ഠിച്ചത്. അതുകൊണ്ട് കഠോരമായ ഒരു വിഗ്രഹാരാധനയുടെ പ്ലേസ് ആയി മാറി ധാൻ. और ये दान जो है नॉर्दर्न किंगडम में आया, उत्तर किंगडम में आया इसराइल का। और वहां पर यरोबाम राजा के काल में जो है गोल्डन काफ बनाकर दान और बेदेल के बीच में बाल और अशेरा का मूर्ति पूजा करने लगे और ये लोग जो है बड़ा कठोर मूर्ति पूजक बन गए. മനുഷ്യനിർമ്മിതമായ ദൈവങ്ങളെ ആരാധിച്ച, അപ്പോൾ തന്നെ ദൈവം കൊടുത്ത സ്ഥലത്തെ തിരസ്കരിച്ച ഒരു ഗോത്രമായിരുന്നു ധാൻ. അതുകൊണ്ടായിരിക്കാം ആ ഗോത്രത്തിന്റെ പേര് ഈ മുദ്രയിടപ്പെട്ട ഗോത്രങ്ങളിൽ എണ്ണപ്പെടാതെ പോയത്. और परमेश्वर ने जो भाग इनको दिया, उस भाग को तुच्छ जानकर उसे तिरस्कार किया है ये दान के लोग, और दूसरों को हत्या करके उनका जगह कब्जा कर लिया. इस कारण जो है इस गोत्र में जो है ये 7वां अध्याय में हमने पढ़ा हुआ गोत्र का लिस्ट में दान गोत्र का विवरण नहीं है. जो चाप नहीं किया, नहीं तो उन्हें मोहर नहीं लगाया. അബി, പിന്നെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഈ വിഷയത്തോടുള്ള ബന്ധത്തിലുണ്ട്. യാക്കോബ്
തന്റെ മക്കളെ ഓരോരുത്തരെയായി അനുഗ്രഹിക്കുന്ന അനുഗ്രഹത്തിന്റെ ചാപ്റ്ററാണ് 49 ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം. और याकूब कई प्रकार का व्याख्यान है, उसमें से दूसरा एक व्याख्यान ये है कि याकूब अपने संतानों को, पुत्रों को आशीष करने वाला अध्याय है जेनेसिस, उत्पत्ति का किताब 49 अध्याय. അതിന്റെ 17 വാക്യത്തിൽ ദാൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവും ആകുന്നു, അവൻ കുതിരയുടെ കുതികാൽ കടിക്കും, പുറത്തു കയറിവൻ മലർന്നു വീഴും എന്നുള്ള ഒരു പ്രവചനം ദാൻ ഗോത്രത്തോടുള്ള ബന്ധത്തിൽ യാക്കോബ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ദാന് അനുഗ്രഹിക്കുമ്പോഴുള്ള ഒരു പ്രവചന ദൂതുണ്ട്. याकूब जो है अपने पुत्रों को आशीर्वाद करके भविष्यवाणी करते वक्त दान के विषय में 49 का, उत्पत्ति 49 का 17 वचन में ऐसा कहा है कि दान मार्ग में एक सांप और रास्ते में का एक नाग होगा जो घोड़े की नली को ढसता है और जिससे उसका सवार पछाड़ खाकर गिर पड़ता है. ഒരു എന്താ പറയുന്നത്, പൈശാചികമായിട്ടുള്ള പ്രവർത്തികൾ വ്യാപരിക്കുകയും അപ്പോൾ തന്നെ പൈശാചികമായ കാര്യങ്ങൾക്ക് അധികം പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഗോത്രമായത് മൂലം ദൈവത്തിന്റെ ആ മുദ്രയിൽ നിന്ന് ഇവർ അന്യന്യപ്പെട്ടു പോയി, അല്ലെങ്കിൽ തിരസ്കരിക്കപ്പെട്ടു പോയി എന്നാണ് നാം കാണുന്നത്. और हम देखते हैं कि शैतानी कामों को प्रोत्साहन देने वाला दान बन गया. इसके लिए परमेश्वर का मोहर या छाप देते वक्त इस गोत्रों को जो है गिना नहीं गया. പിശാചും അല്ലെങ്കിൽ പാമ്പും സർപ്പവും ഒക്കെ പിശാചിനെയും വിരോധി മസി അല്ലെങ്കിൽ എതിർക്രിസ്തുവിനെയും ഒക്കെ കാണിക്കുന്ന ഒരു ഇതാ. അപ്പോൾ ഈ ഒരു ഗോത്രത്തിൽ നിന്ന് ആയിരിക്കാം ഈ എതിർക്രിസ്തുവിന്റെ വരവ് എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനവും കിടപ്പുണ്ട്. എനിവേ, ഇത് ദൈവഹിതത്തിന് വിരുദ്ധമായി നിന്ന ഒരു ഗോത്രമായത് മൂലം ഈ ഗോത്രത്തെ നാം മുദ്രയപ്പെടപ്പെടുന്ന ഗോത്രങ്ങളുടെ ആ ഗണത്തിൽ കാണുന്നില്ല. हम देखते हैं कि सांप, जेनेसिस 49 का 17 में वहां लिखा हुआ कुछ पद, सांप, नाग, तो डसना, ये शैतानी कामों को दिखाता है. इन कामों में अपने आप को प्रोत्साहन देने वाले, अपने आप को डालने वाले दान गोत्र जो है परमेश्वर के इच्छा के विरोध काम किया, इसलिए जो है परमेश्वर ने उन पर मोहर लगाने से तिरस्कार किया. और हम ऐसे भी देखते हैं कि विरोधी मसीह जो है, कि विरोधी मसीह दान गोत्र में से आने वाला है. ഓക്കെ, വീണ്ടും നമുക്ക് ഈ അതിലേക്കൊന്ന് മടങ്ങി വരാം. ഇസ്രായേൽ ഗോത്രങ്ങളിലെ സകല ഗോത്രങ്ങളിൽ നിന്നുള്ള മുദ്രയേറ്റപ്പെട്ടവര് 144,000 എന്ന് പറയുന്നുണ്ട്. ഇതുപോലെ പിശാചിന്റെയും പ്രവൃത്തി ഇത് തന്നെയാണ്. പിശാചി ദൈവം എന്ത് കാണിച്ചാലും, കർത്താവ് എന്ത് കാണിച്ചാലും അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കാണിക്കുന്ന പരിപാടിയാണ്. അവന്റെ എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കാണിക്കുക എന്നുള്ളതാണ്, ചെയ്യുക എന്നുള്ളതാണ്. और ये जो गिनती है हम शैतान की, और शैतान भी वो गिनती को लेके आता है करके हम देखते हैं. परमेश्वर जो कुछ भी काम करता है उस काम का जो है नकल उतारना शैतान का काम है. ദൈവം ദൈവത്തിന്റെ മക്കളെ മുദ്രയിടുന്നുണ്ട്. परमेश्वर के संतानों को या दासों को मोहर डालते हैं. നാം എന്ന് പറയുന്ന നമ്മില് ദൈവജനത്തിൽ ചർച്ചിനെ ദൈവം മുദ്രയിട്ടിട്ടുണ്ട്. और हम, आप और मैं, जो परमेश्वर की कलीसिया है, प्रभु ने जो है मोहर या छाप लगाया है. ഈ മുദ്ര എന്തുവാണ്? ഈ സീൽ എന്തുവാണ്? और ये सील या मोहर क्या है? സീൽ എപ്പോഴും കാണിക്കുന്ന ഒരു അർത്ഥം, അല്ലെങ്കിൽ അതിൻ്റെ അകത്തെ ആ സത്യം ഇതാണ്: ആരിൽ മുദ്രയിടുന്നോ ആ വ്യക്തി മുദ്രയിടപ്പെട്ട വ്യക്തിയുടേതാകും. और सील करना या मोहर लगाना मतलब ये है कि जो व्यक्ति एक दूसरे व्यक्ति पर मोहर लगाता है, मोहर जिनमें मिला, जिन पे छाप हुआ, वो व्यक्ति छाप डालने वाला क्या हमेशा के लिए हो जाता है. देखो, പഴയ ഏൻഷ്യന്റ് ടൈമില്
ഡൂലോസിന്റെ മേൽ അല്ലെങ്കിൽ അടിമകളുടെ മേല് യജമാനന്മാര് ഒരു സീലടിക്കുമായിരുന്നു. അവരുടെ പുറത്ത് അല്ലെ കാലുകളില് കൈകളിൽ സീലടിക്കുമായിരുന്നു, അല്ലെങ്കിൽ മുദ്രയിടുമായിരുന്നു. और पुराने समय में जो है डूलोस या फिर दासों पर जो है वो ഗുലാം. स्वामी, गुलामी पर जो है अपना स्वामी जो है हाथों पे या पैरों पे मोहर लगाते थे. സോ ആ ഒരുവന്റെ മേൽ മുദ്രയിടപ്പെട്ടതാണെങ്കിൽ ആ മുദ്ര പറയുന്നത് ഇവൻ എല്ലാവരുടെയും അടിമയല്ല, ഈ മുദ്രയെ ചെയ്ത ആ യജമാനന്റെ അടിമയാണ്. ഈസ് So, ബിലോങ്സ് ടു ദാറ്റ് ദ മാസ്റ്റർ. so जिन पर मोहर गिरा है वो गुलाम हर एक स्वामी का नहीं है. जिस स्वामी ने उसे मोहर लगाया है, छाप लगाया, उस स्वामी का वो गुलाम बन जाता है हमेशा के लिए. ഒരു ഓണർഷിപ്പാണ് അതിന്റെ അകത്ത് കാണിക്കുന്നത്. मतलब वो एक ओनरशिप को दिखाता है. ആമേൻ, ആമേൻ. അപ്പോൾ ഇത് ഇസ്രായേലിലെ ഓരോ ഗോത്രങ്ങളുടെ മേലും മുദ്രയിട്ടു. അപ്പോൾ ദൈവത്തിൻ്റെതായിട്ട് ദൈവം അവരെ അലക ചെയ്യുകയാണ്, ദൈവത്തിൻ്റെതായിട്ട് അവർ മാറുകയാണ്. അവരെ ദൈവം മുദ്ര ചെയ്ത് ദൈവത്തിൻ്റെതാക്കി. और इसराइल के हर गोत्र में जो है परमेश्वर मोहर लगा रहे, ये मेरा है करके, परमेश्वर का है करके उन्हें छाप लगा के अलग कर रहे. ഇന്ന് സഭയ്ക്കകത്തും ദൈവം മുദ്രയിടപ്പെട്ടിട്ടുണ്ട്. നാം എല്ലാവരുടെ മേലും ദൈവം തന്റെ മുദ്ര അയച്ചിട്ടുണ്ട്. और आज कलीसिया में भी परमेश्वर ने अपने भक्तों के ऊपर जो है ये मोहर लगाया है. 2 കോരിന്ത്യ ലേഖനത്തിന്റെ അകത്ത് പൗലോസ് ആ വിഷയം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ 1-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിന് അത് നമ്മെ അഭിഷേകം ചെയ്തത് ദൈവമാണ്, അവൻ നമ്മെ മുദ്രയിട്ടു ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. 2 കൊരിന്ത്യർ 1:22 22. ओके, दूसरा कोरिन्थी 1 अध्याय उसका 22 में पौलुस इस समान कहता है कि हम पर भी जो है छाप लगाया है. वो छाप किससे लगाया है? आत्मा के द्वारा, जिसने हम पर छाप भी कर दी है और बयाने में आत्मा को हमारे मनों में दिया है. സോ അവിടെ നമ്മെ ദൈവം മുദ്രയിട്ടു തന്റേതാക്കിയിരിക്കുകയാണ് ആത്മാവിൽ. परमेश्वर ने आपको और मुझे छाप लगाकर, मोहर लगाकर अपना कर दिया है. എഫേസ്യ ലേഖനത്തിന്റെ അകത്ത് 1:14 പൗലോസ് വീണ്ടും നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. इफिसियों का पत्री में पौलुस फिर से कहता है, 1 अध्याय 14 वचन, वो उसके मोल लिए हुओं के छुटकारे के लिए हमारे मिरास का बयाना है कि उसकी महिमा की स्तुति हो. हमें मोहर लगाया पवित्र आत्मा में, पवित्र आत्मा की छाप हमारे अंदर प्रभु ने लगाया है. दैट मीन्स वी आर बिलोंग्स टू गॉड. ആത്മാവിൽ നമ്മെ വേർതിരിച്ചിരിക്കുകയാണ്. നാം വേർപെട്ട ജനമാണ്, ദൈവത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ട് വേർതിരിക്കപ്പെട്ട സെപ്പറേറ്റഡ് ആയിരിക്കുന്ന ഒരു കൂട്ടമാണ് ദൈവജനം അല്ലെങ്കിൽ സഭ എന്ന് പറയുന്നത്. परमेश्वर ने आपको और मुझे जो है पवित्र आत्मा का मोहर लगाकर अपने लिए चुना है, अलग किया है, अलग कर दिया है. ദൈവത്തിനും ദൈവത്തിന്റെ കാര്യത്തിനും വേണ്ടി മുദ്രയിടപ്പെട്ട് വേർതിരിച്ച ഒരു ഗണമാണ് സഭ. प्रभु और प्रभु के कार्य के लिए प्रभु ने अलग कर कर मोहर लगाकर छाप लगाकर प्रभु और प्रभु के कार्य के लिए रखा हुआ एक मंडली है कलीसिया. ഓക്കെ, അപ്പോൾ ഈ മുദ്ര എന്ന് പറയുന്ന സംഗതി പിശാചും ചെയ്യുന്നുണ്ട്. അവനെല്ലാം ദൈവത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റാ ചെയ്യുന്നത്. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അവൻ എന്താ മുദ്ര കേൾക്കുന്നത്? 13-ാം അധ്യായം മുഴുവൻ ആന്റി ക്രൈസ്റ്റിന്റെയും അല്ലെങ്കിൽ കള്ളപ്രവാചകന്റെയും വരവും അവൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും ആണ് വിവരിച്ചിരിക്കുന്നത് 13-ാം അധ്യായം. और शैतान भी जो है मोहर लगाता है. परमेश्वर जो कुछ भी करता है उसका नकल शैतान भी करता है. 13 अध्याय
प्रकाशित वाक्य 13 अध्याय झूठा भविष्य वक्ता और मसीह विरोधी के विषय में वर्णन किया है। ഉദര് അവിടെ എന്തോ കാണുന്ന ചെറിയവരും വലിയവരും സമ്പന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരായമാര എല്ലാവർക്കും കൈമേലെങ്കിലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാണ്. മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വയ്യാത്തത് ആകുന്നു കേട്ടോ. അപ്പോൾ പിശാചും അല്ലെങ്കിൽ എതിർ ക്രിസ്തുവും തന്റെ മുദ്രയും തന്റെ ആൾക്കാരുടെ മേൽ വെച്ചിട്ടുണ്ട്. और वहां पर भी 13 अध्याय का 16 से कुछ वचन में हम देखते कि छोटे बड़े धनी कंगाल स्वतंत्र दास सबके दाहिने हाथ या उनके माथे पर जो है एक छाप करा दिया है, क्योंकि छाप के बिना जो है कोई भी लेन देन नहीं कर सकेगा। ഇവിടെ 144,000 പേരുടെ മേൽ മുദ്രയിടുകയാണ്. ദൈവം അവരെ വേർതിരിക്കുകയാണ്. और यहाँ पर 1,44,000 लोगों के ऊपर मोहर डाल के परमेश्वर उनको अलग ഇവിടെ कर വലിയൊരു ന്യായവിധി വരാൻ പോവുകയാണ്. ക്രോധത്തിന്റെ കലശം ഒഴിക്കുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ ഭൂമിയിലേക്ക് 4 ദിക്കിനുള്ള കാറ്റുകൾ വീശി സമുദ്രത്തിന്മേലും ഭൂമിയുടെ മേലും സകല വസ്തുക്കളുടെ മേലും അടിക്കുന്നതിന് മുമ്പേ ന്യായവിധിക്ക് മുന്നേ ദൈവം ചിലരെ വേർതിരിക്കുകയാണ് മുദ്ര ചെയ്ത്. और यहाँ पर 7वां अध्याय में देख रहे हैं कि परमेश्वर का न्याय आ रहा है। क्रोध का कटोरा उंडेलने से पहले परमेश्वर जो है पृथ्वी पर चारों कोनों में हवा छोड़ने से पहले कुछ भक्तों को जो है मोहर लगा रहे हैं। ഇവിടുന്ന് ഇസ്രായേലിന്റെ ഗോത്രത്തിൽ നിന്ന് 1,44,000 പേരെ ദൈവം വേർതിരിച്ചിട്ട് അവരെ ദൈവദാസന്മാരാക്കി ദൈവപ്രവർത്തിക്കായി ദൈവത്തിന്റെ കാര്യത്തിനായി ആ പ്രത്യേക സമയത്ത് ഉപയോഗിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. वहां पर जो है 1,44,000 लोगों को परमेश्वर का दास बनाकर परमेश्वर का काम के लिए नियुक्त समय में परमेश्वर का काम करने के लिए अलग कर रहे हैं। ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്ന് ദൈവം വേർതിരിച്ചിരിക്കുന്നവരാണ്. വ്യാഖ്യാനം പല തലത്തിൽ ആ സമയങ്ങൾ ഈ വാക്യത്തോടുള്ള ബന്ധത്തിലുണ്ട്. ഒരു വ്യാഖ്യാനം ഇങ്ങനെയാണ്: ഇന്ന് വരെയും യേശുവിന്റെ പുനരുത്ഥാനം മുതൽ സഭയുടെ ആരംഭം മുതൽ ഇന്നുവരെയും നടന്ന സുവിശേഷ പ്രവർത്തനത്തെക്കാൾ അതിശക്തമായ ഒരു വലിയ സുവിശേഷ പ്രവർത്തനം പീഡനകാലത്ത് ഈ 144,000 പേരിൽ കൂടെ ദൈവം ചെയ്തെടുക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യാഖ്യാനമുണ്ട്, അല്ലെ പറയപ്പെടുന്ന വ്യാഖ്യാനമുണ്ട്. और ये जो 1,44,000 लोग हैं इसराइल के गोत्र में से। और दूसरा एक व्याख्यान ऐसा है कि इंटरप्रिटेशन ऐसा है कि यीशु मसीह के जी उठने के बाद से लेके अब तक जितने भी सुसमाचार के कार्य हुआ उससे भी बड़ा कार्य जो है महाक्लेश के समय में ये 1,44,000 परमेश्वर के दासों के द्वारा होगा जो इसराइल गोत्र में से है। അവിടെ ഒരു എണ്ണിക്കൂടാൻ പറ്റാത്ത ഒരു ജനം സുവിശേഷം കേട്ട് ദൈവസന്നിധിയിലേക്ക് തിരിയും എന്നുള്ള ഒരു വ്യാഖ്യാനമുണ്ട്. അത് 9ാമത്തെ വാക്യത്തിന്റെ അകത്താണ്. ഇതിനുശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്ന് ഉള്ളതായ ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായ സിംഹാസനത്തിന്റെ കുഞ്ഞാടിന്റെ മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. ഏത് വാക്യമാണ് പ്രശ്നങ്ങളെ? 9ാമത്തെ വാക്യം 7:9. ओके, तो महाक्लेश के समय ये जो 1,44,000 लोगों के द्वारा अनगिनत लोग जो है विश्वास में आएंगे। और वहां पर वचन 9 और 10 में ऐसा लिखा है कि इसके बाद मैंने दृष्टि की और देखा हर एक जाति, कुल, लोग, भाषा में से एक ऐसी बड़ी भीड़ जिसे कोई गिन नहीं सकता था, श्वेत वस्त्र पहने अपने हाथों में खजूर की डालियां
लिए हुए सिंहासन के सामने और मेमने के सामने खड़ी है और बड़े शब्द से पुकार कर कहती है, उद्धार के लिए हमारे परमेश्वर का जो सिंहासन पर बैठा है और मेमने का जय जयकार हो। ആമേൻ. അപ്പം എണ്ണിക്കൂടാത്ത ഒരു കൂട്ടം ആ സമയത്ത് വിശ്വാസത്തിലേക്ക് വരുമെന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് ഇന്നത്തെ ദൈവജനത്തോടുള്ള ബന്ധത്തിലല്ല, അന്നത്തെ ആ മഹാപീഡന സമയത്ത് ദൈവം പ്രത്യേകമായിട്ട് ദൈവം ഒരുക്കുന്ന ഒരു രക്ഷയുടെ ദാനമായിരിക്കും. അനേകര് ഉൽപ്രാവണം അല്ലെങ്കിൽ ഉൽപ്രാവണം സഭയുടെ നടക്കും. അപ്പോൾ തന്നെ പീഡനങ്ങൾ ഇതെല്ലാം വരുമ്പോൾ ഒരു അവസരം കൂടെ ഈ സകല ജാതികളും ഗോത്രത്തിലും ഉള്ളവർക്ക് കൊടുക്കുവാൻ ഇടയാകും എന്നുള്ള ഒരു വ്യാഖ്യാനം അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ കാണുന്നു. അങ്ങനെ ഒരു എണ്ണിക്കൂടാത്ത, അതിനെ ഒരു ഗിൻതി ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വലിയൊരു റിഡംഷൻ സമയമായിരിക്കും ആ സമയമെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ദൈവം നമ്മെ സഹായിക്കുവാനാകട്ടെ. और ऐसा एक विचार या कॉन्सेप्ट भी है कि महाक्लेश के समय में परमेश्वर एक और अवसर देगा सारे पृथ्वी के लोगों को, इन 1,44,000 लोगों के द्वारा, इसराइल के लोगों के द्वारा जिन्हें मोहर लगाए, उनके द्वारा बड़ा भीड़, हर जाति में से, कुल में से और लोग, अलग अलग विभिन्न भाषा बोलने वालों को जो है परमेश्वर अवसर देके उन्हें विश्वास में लाने के लिए प्रभु जो है एक अवसर दिया है करके इस वचन के द्वारा हमें पता चलता है. അപ്പൊ ഇവരുടെ ആരാധന, ഇവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കിയെ ശുദ്ധീകരിച്ചുകൊണ്ട് വന്നപ്പോൾ ഒരു മൂപ്പൻ വെള്ളനിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കുന്നു. അപ്പം ഒരാള് വിളിച്ചു പറയുകയാണ്, ഇവർ മഹാകഷ്ടങ്ങളിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിലിരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരം ആയിരിക്കും എന്ന് പറയുകയാണ്. അതിന്റെ 13-14 വാക്യം. और 13-14 पद, 7वां अध्याय का 13-14 पद प्रकाशित वाक्य में, वहां पर प्राचीनों में से एक जो है पूछते कि ये श्वेत वस्त्र पहने हुए कौन है, कहाँ से आए? तभी मैंने उससे कहा, हे स्वामी, तू ही जानता है। उसने मुझसे कहा कि ये वे है जो उस महाक्लेश में से निकल कर आए हैं। इन्होंने अपने अपने वस्त्र मेमने के लहू में धोकर श्वेत किए हैं. ആമേൻ, ആമേൻ, ആമേൻ. സോ ഈ 7-ാം അധ്യായം റിഡംഷനെ കുറിച്ചുള്ള ഒരു വിഷയമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അടുത്ത 8-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ 7-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നു. അത് പൊട്ടിക്കുമ്പോൾ സംഭവിക്കുന്ന വിഷയത്തെ കുറിച്ചുള്ള വിവരണം അടുത്ത ആഴ്ച നമുക്ക് പഠിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും ഈ വചനത്താൽ അനുഗ്രഹിക്കുവാനാകട്ടെ. 7वां अध्याय में हमने उद्धार के विषय में, रिडेम्पशन के विषय में जो है देखा. 7वां अध्याय पूरा हो गया. अभी हम 8वां अध्याय में 7th मोहर, 7वां मोहर के विषय में देखेंगे अगला हफ्ता. 7वां मोहर खोलते वक्त पृथ्वी पर क्या क्या घटना होता है उसका विवरण 8वां अध्याय में है. प्रभु हम सबों को आशीष करने पाए. परमेश्वर के दास को बहुत बहुत धन्यवाद करते हूँ, थैंक यू बोलती हूँ. प्रभु ने अच्छी तरह से सिखाने के लिए प्रभु ने उपयोग किया. हालेलुया. सिंपल भाषा में हालेलुया प्रकाशित वाक्य के हर एक गहरी बातों को सिखाने के लिए प्रभु ने अवसर दिया. करीब 20 से भी ज्यादा लोग हमारे बीच में थे. हालेलुया. प्रभु सबों को आशीष करे. आगे का समय जो है हमारे अभिषिक्त परमेश्वर के दास पीए जोसेफ पास्टर अंकल के हाथ में हैंड ओवर कर दी. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ രാത്രിയുടെ യാമത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസൻ വളരെ ശക്തമായും വ്യക്തമായും അനേക സത്യങ്ങൾ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇന്ന് രാത്രികാലം കർത്താവ് തന്നെ ഉപയോഗിച്ചു.
മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ പല പല വിഷയങ്ങളും മറഞ്ഞു കിടന്ന പല വിഷയങ്ങളും വെളിപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം തന്നെ സഹായിച്ചു. പ്രിയ ദേവദാസനോടുള്ള ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. തുടർന്ന് നമുക്ക് ഈ ക്ലാസ്സുകളിൽ, ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ കൂടെ ദൈവത്തിന്റെ സത്യവചനം പഠിക്കുവാൻ ഇടയാകട്ടെ. കടന്നു വന്ന എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സൂം മീറ്റിംഗിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ദൈവവചനം കൊണ്ട് ശക്തിപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. ദൈവവചനത്തിലുള്ള വിശ്വാസ ഉറപ്പും ധൈര്യവും എല്ലാവർക്കും ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടി എബ്രഹാം പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കും. प्यारे प्रभु, इस सुंदर अवसर के लिए हम धन्यवाद करते हैं। प्रभु जी, तेरे उपस्थिति में बैठकर तेरे वचन सीखने के लिए अवसर दिया, इसलिए धन्यवाद। प्रभु जी, तेरे वचन से सिखाने के लिए पास्टर चरियान गुंज को आपने अभिषेक करते हुए हमारे बीच में इस्तेमाल किया, इससे धन्यवाद। जो वचन हमने सुना है, इसलिए अपने आप को परखते हुए प्रभु का मोहर अपना जीवन में प्रभु ने डाला है, प्रभु के लिए अलग किया है। प्रभु का महिमा हमारे द्वारा प्रकट करने के लिए प्रभु जी हमको सहायता कर, आपका लोग होकर ये पृथ्वी पर रहने के लिए और आने वाला दिनों में प्रभु के लिए खड़े रहने के लिए और प्रभु का सेवा में आगे लगे रहने के लिए हम सबको सहायता करना। प्रभु जी, अपना विश्वास बढ़ने के लिए हम प्रार्थना करते हैं। प्रभु जी, जो वचन हम सीखते हैं, हम विश्वास में हालेलुया दृढ़ होकर आगे चलने के लिए हम सबको मदद करना। प्रभु जी, जो अभी तक प्रभु यीशु का आत्मा का मोहर अपना जीवन में नहीं पाया है, उनके लिए हम प्रार्थना करते हैं। प्रभु जी, जल्दी से जल्दी आपका बेटे और बेटी बनाए, पवित्र आत्मा का मोहर हर एक व्यक्ति के ऊपर डाल दीजिए, प्रभु के लिए अलग कर लीजिए। प्रभु जी, हालेलुया, तेरे लिए ये दुनिया में रहकर आपका गवाही बनकर जीवन बिताने के लिए हम सबको मदद करना। प्रभु जी, हालेलुया, मीटिंग में शामिल इतना लोग हुआ है, सारे भाई बहनों के लिए हम धन्यवाद करते हैं, तेरे दासों के लिए धन्यवाद करते हैं। सबको अनुग्रह करना। प्रभु जी, आने वाला समय में तेरे इच्छा अपना जीवन में पूरा करते हुए तेरे गवाही बनकर जीवन बिताने के लिए हमको सहायता कर। स्वर्गीय बारिश हमको बनाया, स्वर्गीय भवन में हालेलुया हमको हालेलुया आने के लिए मोहर डाल करके अलग किया, इसलिए धन्यवाद। सबको नाम पर नाम अर्ज किया जाए। प्रभु जी, हालेलुया, आने वाला समय में तेरे हालेलुया गवाही बनकर जीवन बिताने के लिए हम सबको मदद कर, अपने आप को तैयारी में रहने के लिए मदद कर। स्वर्ग महाराज का अधिकारी हमको बनाया, इसलिए धन्यवाद। स्वर्ग का सारा अनुग्रह पाकर दुनिया में रहने के लिए हमको सहायता कर। बना कलीसिया में, अपना देश में हालेलुया आपका गवाही बनकर जीवन बिताने के लिए हमको मदद कर। हमारा प्रार्थना आपने सुना, इसलिए धन्यवाद। हम सबके साथ हो, आपका आमद के लिए हमको तैयारी करके रखना। प्रभु जी, सब कुछ प्रभु यीशु मसीह के वसीले से हम प्रार्थना करते हैं, सुनो ग्रहण कर स्वर्गीय पिता, आमीन। अभी प्रभु यीशु मसीह का वत्सल पिता परमेश्वर का प्यार, पवित्र आत्मा का संग और अनुग्रह हम सबके साथ हमेशा होते रहे, आमीन। बोलो यीशु मसीह की जय, बोलो यीशु मसीह की जय जल्दी आने वाला यीशु मसीह की जय। आमीन। गॉड ब्लेस यू ऑल। എല്ലാവർക്കും സന്തോഷം. ഓക്കെ, थैंक यू पास्टर जी, हरियान गुई, गॉड താങ്ക് യു ब्लेस यू। പാസ്റ്റർ. എല്ലാവരെയും Thank you. ദൈവം സഹായിക്കട്ടെ. सबको धन्यवाद चरियम पास्टर अंकल, थैंक यू सो मच। प्रभु सबको आशीष करे। गुड नाइट, शुभ रात्रि। ഓക്കെ, ഗുഡ് നൈറ്റ്. गुड नाइट पास्टर अंकल।